السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. قال الله عز وجل: من أرضى والديه فقد أرضى خالقه ومن أسخط والديه فقد أسخط خالقه. شفيعنا محمد رسول الله. تأمل صدور الكائنات فإنها من الملأ الأعلى إليك رسائل. لقد خط فيها لو قرأت سطورها ألا كل شيء ما خلا الله باطل. واعلموا يا أمة سيدنا ومولانا محمد സദസ്സിലും സ്റ്റേജിലുമുള്ള മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിന്റെ പ്രഗത്ഭരായ പ്രവർത്തകർ, ഈ പ്രദേശത്തെ രക്ഷിതാക്കൾ, ചെറുപ്പക്കാർ, കുട്ടികൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിന്റെ 3-ാം വാർഷികം വെളിച്ചം 2016 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ വേദിയുടെ ഉദ്ഘാടന ദിവസത്തിലാണ് നാം ഒത്തുചേർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലുകളുടെ കൂട്ടത്തിൽപ്പെടുത്തണം.
സദസ്സിലുള്ളവർ ദുആ ചെയ്താൽ ഒരാമീൻ പറയാനൊന്നും ലുബ്ധത കാണിക്കും. ആമീനെ കുറക്കെ പറയണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാൻ പോലെ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറയുന്നില്ല. നബി തങ്ങളെ പേര് പറയുമ്പോഴൊരു സലാത്ത് ഉറക്കെ പറയാനുള്ള മനസ്സുണ്ടാവണം എന്ന് പറയാൻ തുടങ്ങുകയാണ്. തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുന്നു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത്. അവര് വരുന്നില്ലെങ്കിലും പാണക്കാട്ടുള്ള മറ്റൊരു തങ്ങൾ ഇവിടെ ഇപ്പൊ അടുത്തെത്തും. മാലിക് ദിനാർ ഖത്തീബിനെ ഒളയത്തടക്കത്തുള്ളവരെയും SP നഗറിലുള്ളവരെയൊക്കെ ഏതാണ്ട് അറിയാം. 4-5 വർഷമായി 5 വർഷമായി മാലിക് ദിനാറിൽ ഖത്തീബായി സേവനം ചെയ്യുന്നു. ഈ നാട്ടുകാരൊക്കെ അറിയാം. പക്ഷെ പാണക്കാട് തങ്ങൾ വരുമ്പോൾ ഒളയത്തടക്കത്തുള്ള ആളുകൾ ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്കൊക്കെ ബേക്കിൽ സീറ്റ് പിടിക്കുന്നവരാണോ എന്ന് തോന്നിപ്പോകും തങ്ങൾ വരുന്നത്. ആ തോന്നൽ തങ്ങൾക്കില്ലാതാക്കണമെങ്കിൽ പിന്നിലുള്ള ആളുകളൊക്കെ ഒന്ന് മുന്നോട്ടിരിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല. മഹാന്മാര് വരുമ്പോഴോ ഈ നാട്ടുകാര് നല്ല ദീനുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നവർക്ക് തോന്നണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബേക്കിലുള്ളൊന്നും ആമീൻ ചൊല്ലിയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആമീൻ ചൊല്ലി. എനിക്ക് കുറഞ്ഞ സമയമുള്ളൂ. ഇപ്പൊ തന്നെ 9 മണിയോളം ആയി. 10 മണിയാകുമ്പോഴേക്ക് പരിപാടി അവസാനിക്കണം. റോഡ് സൈഡാണ്. കടമകളും കടപ്പാടുകളും എന്ന വിഷയം ചർച്ച ചെയ്യണം. അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഗൽഭനായ മഹാനായ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു അനുസ്മരണ ചെറിയ ഒരു പ്രഭാഷണം നടത്തണം. എല്ലാം കൂടി 1 മണിക്കൂർ. അപ്പൊ ഇതിനടുത്ത് തങ്ങൾ വന്നാൽ നിർത്തുകയും ചെയ്യും. ആരും പേടിക്കേണ്ട, പെട്ടെന്ന് പോവാം. കടമകൾ കടപ്പാടുകൾ എന്ന ഒരു വിഷയം. എന്താണ് ഈ വിഷയത്തിൽ പ്രസംഗിക്കുക എന്ന് കേൾക്കാൻ വന്നവരാ നിങ്ങൾ. ഒരുപാട് കടമകൾ പറയാനുണ്ട്, കടപ്പാടുകൾ. ഏത് പറയണമെന്ന് ഞാനിപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ആളെ നോക്കിയിട്ട്, സദസ്സിലേക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിച്ചു വന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോട് കടപ്പാടുകളുണ്ട്. ഇത് പറയണം, പറയണം. ഒരു ദിവസം കൂടി വേണ്ടിയത്. എങ്കിലും ഒരു 2 കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉള്ളത് പറയാൻ, സത്യമായത് പറയാൻ, അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ എനിക്ക്, നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കുന്നതിൽ കൂടുതലും കാണുന്നത് രക്ഷിതാക്കളെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഞാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് നടന്ന ഒരു ചെറിയ സംഭവം ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്.
വരുമ്പോഴൊരാൾ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ വയലിന്റെ ഒന്നാമത്തെ ദിവസമൊക്കെ വരൽ കുറവാ, 2-3 ദിവസമൊക്കെ ആകുന്നേരം അങ്ങനെ ഇളകൽ തുടങ്ങേണ്ടുന്ന്. ഇതൊന്നല്ല, ആളുകളൊക്കെ ചിലര് പറയും, ഉസ്താദേ മുമ്പില് പുരുഷന്മാര് കുറവാണെങ്കിലും സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട് എന്ന് പറയും. ധൈര്യമായിട്ട് പറയാ, കാരണം അവർ കെട്ടിന്റെ അപ്പുറത്താണത്. എത്ര നമുക്കറിയില്ല. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ ആണുങ്ങളൊക്കെ കെട്ടിന്റെ അപ്പുറത്ത് പോയി, പെണ്ണുങ്ങൾ ഇപ്പുറത്ത് വരട്ടെ. ഈ സീസണിൽ സ്ത്രീകൾ കുറയുന്ന കാലം, കാരണം കാസർഗോഡ് ടൗണിൽ ഒരു പ്ലെയിൻ വന്നിറങ്ങിയിട്ടുണ്ട്. നിങ്ങളാരാ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു പ്ലെയിൻ ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്. മെനയാന്ന് ഞാൻ വിചാരിച്ചത്, സുബ്ഹാനല്ലാഹ്, ഇത്രയും പെണ്ണുങ്ങൾ ഉംറക്ക് പോവുകയാണോ? ആ പ്ലെയിനിൽ കയറുന്ന കുറെ പെണ്ണുങ്ങൾ ഉംറക്ക് പോകുന്നത് കണ്ട. പിന്നെയാണ് ഞാൻ പോകുമ്പോഴേ ഡ്രൈവർ പറഞ്ഞു, ഉസ്താദേ ഇവിടുന്ന് അപ്പുറം കടക്കാൻ കുറച്ച് പ്രയാസാണ്, ട്രാഫിക് ജാമാണ്. എന്തേ കാരണം? റോഡിൽ നിറയെ പർദ്ദയും മുഫ്തയും ധരിച്ച സഹോദരിമാരാണ്, സ്ത്രീകളാണ്. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉമ്മമാർ, അവരെ കെട്ടിയവരില്ല, അവർക്ക് പിതാക്കളില്ല, അവർക്ക് ഭർത്താക്കന്മാരില്ല, അവർക്ക് ലോകത്ത് അനുസരിക്കപ്പെടാൻ ഒരാളില്ലാതെ പോയ കാലമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇന്നല്ലാഹ യുബ്ഗിലു കുല്ല ജഅലരിയ്യിൻ ജവ്വാലിൽ സഹാബിൻ ബിൽ അസ്വാഖി ജീഫത്തും ബിൽ ലൈലി വനഹാ വഹിമാറും ബിൻ നഹാർ. ഒരു ഹദീസ്. അവസാന കാലം വരുന്നൊരു വിഭാഗത്തെ കുറിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇന്നല്ലാഹ യുബ്ഗിൽ, അല്ലാഹുവിന് വല്ലാത്ത ദേഷ്യമാണ്, അല്ലാഹുവിന് കോപമാണ് ചില മനുഷ്യരോട്. ആരോടാണ് ഒന്നാമത്തെ കോപമുള്ളത്? ജഅലരിയിനെ കൊല്ല ജഅലരി, മോശമായ സ്വഭാവക്കാരനോട് അല്ലാഹുവിന് ദേഷ്യമാണ്. കടിച്ചു കീറുന്ന സ്വഭാവം, മുഖത്തേക്ക് നോക്കിയാൽ ഒരു പ്രസന്നതയില്ല, എപ്പോഴും അവന് മോശമായ സ്വഭാവം, അവന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ. സ്വഭാവം എവിടെ മനസ്സിലാകുക? അത് റസൂൽ അതേ ഹദീസിൽ പറയുന്നുണ്ട്. എവിടെയാ സ്വഭാവം മനസ്സിലാകുക? അക്മലുൽ മുഅ്മിനീന ഈമാനൽ അഹ്സനുഹും ഖുലുഖാ. ശഫീഉനാ റസൂലുള്ളാഹി. കുറഞ്ഞ സമയം പറയൂ, ഉള്ളത് നമുക്ക് ജീവിതത്തിൽ പകർത്തണം. അക്മലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ ഈമാൻ പൂർണ്ണമായ ആളുകൾ ആരാന്നറിയോ? അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. ഏറ്റവും നല്ല സ്വഭാവം അവരാണ് പൂർണ്ണ ഈമാനുള്ളവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറുശ്ശേരി ഉസ്താദിനെ പരിചയപ്പെട്ടവരാരുണ്ടോ കൂട്ടത്തിൽ? ചെറുശ്ശേരി ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ സ്വഭാവമുള്ളൊരു മനുഷ്യൻ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അനുസ്മരണം നമുക്ക് ലാസ്റ്റ് പ്രഭാഷണം കേൾക്കാം. അവരൊക്കെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അങ്ങ് വഫാത്തായപ്പോൾ പത്രങ്ങൾ മുഴുവനും മത്സരിച്ചു എഴുതാൻ. എല്ലാ പത്രവും ആദ്യമായിട്ട് എഴുതിയതിന്റെ ഇത്രയും വിനയമുള്ള ഒരു പണ്ഡിതൻ, വിനയമുള്ള പണ്ഡിതൻ. അതാ മക്കളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്ഥാനം വിനയമാണ്. നമുക്ക് ഖിബറ്, ഒരു പള്ളിന്റെ പ്രസിഡന്റായാൽ അവന് ഖിബറാണ്, സെക്രട്ടറി ആയ ഖിബറാണ്, ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പറായ ഖിബറനായി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും മെമ്പറാക്കിയ വലിയ ഖിബറാണ് അവൻ. പിന്നെ ഞെരിയാണിക്ക് താഴെ തുണിയുമെടുത്ത് ഖിബറും കളിച്ചിട്ട് പുസ്തകവും കയ്യിൽ പിടിച്ചിട്ടാ പോക്ക്. നമ്മളെ ഖിബറാണ്. 10 പൈസ അധികം കിട്ടിയാല് സുബ്ഹാനല്ലാഹ് അവന് ഖിബറാണ്. നാട്ടിലുള്ള പാവപ്പെട്ടവൻ അവന്റെ വീട്ടിലേക്ക് വരുന്നത് പോലും അവന് ദേഷ്യമാണ്.
ഹദീസുണ്ട്, ബിഇസത് തആമു തആമുൽ വലീമ, ബിഇസത് തആമു തആമുൽ വലീമ യുദ്ആ ഇലൈഹിൽ അഗ്നിയാഉ വയുത്റകുൽ ഫുഖറാ. ഖാല റസൂലുള്ളാഹി. ഒരു ഭക്ഷണത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയാ, ബിഇസത് തആം, ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം, തആമുൽ വലീമ, ഒരു സദ്യയിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണം. ഒരു സദ്യയിലുണ്ടാക്കുന്ന ഭക്ഷണം. നമുക്ക് മോശമായ ഭക്ഷണത്തിനോട് ഭയങ്കര ഇഷ്ടം അല്ലേ? ഇന്നലെ വാട്സപ്പ് തുറന്നപ്പോൾ ആപ്പിളിനെ കുറിച്ചുണ്ട്, പേരക്കയെ കുറിച്ചുണ്ട്, ഓറഞ്ചിനെ കുറിച്ചുണ്ട്. അതിനൊക്കെ പെയിന്റ് അടിച്ചിട്ട് പീടികയിൽ വെക്കുകയാണ്. നമ്മളൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് തിന്നു തീർക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഹാദി തങ്ങള്, ഓരോ 10 വീട്ടിലും ഓരോ ക്യാൻസർ രോഗികളുണ്ട്, വൃക്ക രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്. എവിടുന്നാ വന്നത്? ഇപ്പോഴത്തെ ആപ്പിളും മുന്തിരിയും നാരങ്ങയും മൂക്കറ്റം കയറ്റിയിട്ട് വരുന്ന രോഗം. ഞാനിപ്പം പ്രസംഗിച്ചാൽ കടക്കാര് കല്ലെടുത്തെറിയും. മണിക്കൂറുള്ളൂ, രക്ഷപ്പെട്ട് പോവാന്ന് വിചാരിച്ചിട്ടെന്നാ പറയുന്നത്. എന്നാലേ അതിനേക്കാളൊക്കെ വൃത്തികെട്ട ഭക്ഷണം ഏതാണെന്നറിയോ? കേട്ടോളി, റസൂലുള്ളാഹി ഹദീസ്, ഒരു സദ്യയിൽ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണമാണ് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം. ഏതാണ് ആ സദ്യ? യുദ്ആ ഇലൈഹിൽ അഗ്നിയാഉ വയുത്റകുൽ ഫുഖറാ. ആ സദ്യയിലേക്ക് വിഐപികളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, പാവപ്പെട്ടവരാരുമില്ല. ഗേറ്റിന്റെ മുമ്പിൽ മുന്തിയ കാറുകൾ വന്ന് നിർത്തിയിട്ട് എന്റെ വീട്ടിലേക്ക് എങ്ങനെ നടന്നു വരില്ല വിഐപികളെ, നേതാക്കളെ, പ്രസിഡന്റുമാരെ, വലിയ വലിയ ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെ, അവരെ മാത്രമാ വിളിച്ചത്. നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള പാവപ്പെട്ട അഹമ്മദിനെ നീ വിളിച്ചിട്ടില്ല. കാരണം എന്ത്? ഈ പ്രധാനപ്പെട്ട വിഐപികളൊക്കെ വരുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത് എനിക്കൊരു കുറവല്ലേ, എന്റെ അഭിമാന പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ടവനെ ഒഴിവാക്കിയിട്ട് പണക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നിന്റെ വീട്ടിൽ നടത്തുന്ന സദ്യയില്ല പോലെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ വൃത്തികെട്ട ഭക്ഷണം ലോകത്തില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരിതാണ് ഖിദ്മത്തുൽ ഇസ്ലാം. ഇവിടുന്ന് ഇങ്ങനെ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും കേട്ടപ്പോൾ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രഭാഷണം അതൊക്കെ പിന്നെ പ്രസംഗം കേട്ടപ്പോഴേ പറഞ്ഞു. എന്നാൽ പലരും ഈ സംഘടനയെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വല്ലാത്തൊരു വിഷയം. ഒരു നല്ലത് ചെയ്യാൻ സമ്മതിക്കില്ല ചെറുപ്പക്കാരാണ്. ഒരു പക്ഷേ വാദം നടത്തിയ ചെറുപ്പക്കാർക്ക് 50,000 രൂപ നഷ്ടം വരും. 7 ദിവസം വാദം നടത്തിയാൽ ചിലപ്പോൾ 70,000 രൂപ നഷ്ടം. അത് നികത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ കോർട്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തണം. എന്നാൽ 2 ലക്ഷം രൂപ ലാഭം കിട്ടും. കാലങ്ങനല്ലേ? എന്തെങ്കിലും ഉണ്ടാത്തത് ശരിയല്ലേ? വാദം നഷ്ടം പറ്റിയിട്ട് അത് നികത്തണമെങ്കിൽ ഒരു പക്ഷേ ഇതേ സ്ഥലത്ത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി അവൾക്ക് 3 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. അത് രാത്രിയാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ അതിന് പെർമിഷൻ ഉണ്ട്. നടത്തുന്നതിനൊരു കുഴപ്പമില്ല. വാദം 10 വരെ നടത്താൻ പറ്റും. എന്താ ചെയ്യാം? ഞാൻ നേരം മൊഗരാലില് ക്രിക്കറ്റ് എടുക്കുന്നുണ്ട്. നേരം വെളുക്കുന്ന നേരെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല.
നല്ലത് ചെയ്യുമ്പോഴോ അതിനെ കുറ്റപ്പെടുത്താൻ എന്തുണ്ട് അതിനൊരു പോരായ്മ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ് അതൊരു ഫ്ലാഷാക്കി മോശമാക്കി ഇതിനെ പൊളിക്കാൻ എന്ത് മാർഗമുണ്ട് നോക്കി നടക്കുന്ന ഒരു തരം നരമ്പ് രോഗികൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നരമ്പ് രോഗം ചെറുപ്പക്കാര് പെണ്ണന്വേഷിക്കുന്നേരം അതെങ്ങനെ തെറ്റിക്കാനോ, എങ്ങനെ തെറ്റിക്കാൻ കഴിയുമോ നോക്കിയിട്ട് അങ്ങനെ നരമ്പ് രോഗമുള്ള കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഒരു രഹസ്യം മറഞ്ഞുപോയ പരസ്യമാക്കിയിട്ട് അത് വൃത്തികേടാക്കുന്നൊരു വിഭാഗം. ഇപ്പോഴത്തെ വാട്സപ്പൊക്കെ അതല്ലേ, മനുഷ്യനെ കുറിച്ച് അറിയാൻ, ലോകമറിയാൻ പാടില്ലാത്തതൊക്കെ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്തിട്ട് അത് മോശമാക്കുന്ന ഒരു ചുറ്റുപാട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്തിൽ രക്ഷപ്പെടില്ല എന്തേ നമ്മൾ വിചാരിച്ചു. ഉള്ളത് പറയണം. കല്യാണം കഴിക്കാനൊക്കെ പെട്ട് ചെറുപ്പക്കാരന്റെ വിവാഹാന്വേഷണമൊക്കെ നടത്തിയ ഉള്ളത് പറഞ്ഞെടുക്കണമെന്ന്. വദക്കറ മസാവീഹി, അവന്റെ ഉള്ളത് പറയണം, ഇല്ലാത്തത് പറയരുത്. ഉള്ളത് ഓനെ മൂക്കറ്റം കള്ളു കുടിച്ചാലും നമ്മളെ പാർട്ടിയാണെങ്കിൽ ഓൻ 5 വക്ത് പള്ളിക്ക് എടുക്കുന്നവനായിരിക്കും. ഇങ്ങനെ പറയാ. ഒരു പെണ്ണന്വേഷണം നടത്തിയപ്പോ കണ്ടില്ലേ, ഒരാളോട് ചോദിച്ചു ആ പുതിയാപ്പന്റെ ഹാലെന്താ? അന്വേഷിക്ക പോലും വേണ്ട, ഓൻ താമരപ്പൂ പോലെയാന്ന് പറഞ്ഞു. അന്വേഷിക്ക പോലും വേണ്ട. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ മുഴുക്കുടിയനാ, പേരും കുടിയനും. അപ്പോഴാ മറ്റേയാളോട് വന്ന് ചോദിച്ചാൽ നിങ്ങളല്ല പറഞ്ഞു താമര. ആ ഞാൻ പറഞ്ഞു താമര പോലെ, താമര എപ്പോഴും വെള്ളത്തിലല്ലേ. അന്വേഷിക്കണ്ട, അന്വേഷിക്കണമൊന്നുമില്ല. താമര എപ്പോഴും വെള്ളത്തിൽ, മുഴുവൻ വെള്ളത്തിൽ. ഒക്കെ മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കി നിങ്ങൾ, നിന്റെ നാട്ടിലുള്ള, നിന്റെ തൊട്ട അയൽവാസിയായ, നിന്റെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവനെ ക്ഷണിക്കാതെ VIP-കളെ മാത്രം ക്ഷണിച്ചു വരുത്തി ഉണ്ടാക്കി കൊടുക്കുന്ന ആ വൃത്തികെട്ട ഭക്ഷണം, അതാണ് ഏറ്റവും മോശമായ ഭക്ഷണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മൾ പഠിക്കണം, ദീൻ എന്താണെന്ന് പഠിക്കണം. അപ്പോഴാ പാവപ്പെട്ടവരെ വില അറിയാം, അപ്പോഴാ പാവപ്പെട്ട മനുഷ്യന്റെ വില അറിയുക. ലൗലാ ശയൂഖുൻ ലില്ലാഹി റുക്കഉ വസ്ബിയതും മിനൽ യതാമാറുല്ലഉ വമഹ്മലാതുൻ ഫിൽ ഫലാതി റുത്തഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ലൗജഉ. ലൗലാ ശയൂഖുൻ ലില്ലാഹി റുക്കഉ. നാട്ടിൽ ഒരു പ്രദേശത്ത് ഒരു ജമാഅത്തിൽ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ടോർച്ചടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വയസ്സന്മാരെങ്ങാനും നാട്ടിലില്ലായിരുന്നുവെങ്കിൽ, സുബഹിക്ക് ജമാഅത്തിന് ആരുണ്ടാകുക പള്ളിയിൽ? 4 വയസ്സന്മാരുണ്ടാവും അല്ലേ? ആ വയസ്സന്മാരെക്കാൾ ആരോഗ്യമുള്ള, കാലിന് കുഴപ്പമില്ലാത്ത, ക്യാൻസർ ഇല്ലാത്ത, കിഡ്നി ഫെയിലാവാത്ത, ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത, ഷുഗർ ഇല്ലാത്ത, പ്രഷർ ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാര് വീട്ടിൽ കിടന്നുറങ്ങുകയാ. ഈ വയസ്സായ മനുഷ്യനോ അദ്ദേഹത്തിന് നടുവേദനയാണ്, പുറം വേദനയാണ്, കാലുവേദനയാണ്. പള്ളിയിൽ വന്നാണ്, ഇരുന്നാണ് നിസ്കരിക്കുന്നത്, സുജൂദ് ചെയ്യാൻ പോലും കഴിയാത്ത മനുഷ്യനാണ്. ആ മനുഷ്യന് സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ കിടന്നുറങ്ങാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. എഴുന്നേൽക്കുകയാണ്, വുളൂ ചെയ്യുകയാണ്, ടോർച്ചെടുക്കുകയാണ്. മോട്ടോർ സൈക്കിളില്ല, കാറില്ല. ആ മനുഷ്യന് പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്, സുബഹിന്റെ ജമാഅത്തായി നിസ്കരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. ലൗലാ ശയൂഖുൻ ലില്ലാഹി റുക്കഉ. ഇതുപോലെ നടന്നു പോകുന്ന വയസ്സന്മാരെങ്ങാനും നിങ്ങളെ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ബ അലൈകുമുൽ അദാബുൽ ലൗജഉ. വാനലോകത്തിൽ സഹിക്കാൻ കഴിയാത്ത ശിക്ഷകൾ ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കുമായിരുന്നു. ഈ സുബഹി എഴുന്നേറ്റ് പോകുന്ന ഈ സാധുക്കളായ വയസ്സന്മാര് നാട്ടിലുണ്ടായിട്ടാ നിങ്ങളെ പൊര നിലനിൽക്കുന്നത് പോലും. അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നില്ലല്ലേ? അവരോട് കാണിക്കേണ്ട കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. പറയണം
നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. നിങ്ങൾ കണ്ടുപിടിക്കാരാ? ബെൻസ് കാറിലാരാണോ ഓനെ മുന്നേ പിടിക്കും. അത് കഴിഞ്ഞിട്ടാ ഇന്നോവ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വിഫ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾട്ടോ. അല്ലേ? ബെൻസ് കാർ എന്നെ നിർത്തണം ഗേറ്റിന്റെ മുമ്പിൽ. എന്നാ നല്ല ഉഷാറായി. ഈ നടന്നു പോകുന്ന സാധുവിനെ നിങ്ങൾ കാണുന്നില്ല. ആ സാധു ഉണ്ടായിട്ടാടാ ലോകത്തുനിന്ന് ആകാശത്തുനിന്ന് ശിക്ഷ വീകാത്തത്. അത് മനസ്സിലാക്കാനുള്ള തലർക്കില്ലാതെ പോയി. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോഴേ ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി പറഞ്ഞ വിനയമുള്ള പണ്ഡിതൻ. വിനയം മനുഷ്യന് ഏറ്റവും ആവശ്യമില്ലാതെ. അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ പറയാൻ നല്ല എളുപ്പം. കിട്ടണം, കുറച്ച് പണിയെടുക്കണം. ആമീനെ ആമീൻ തന്നെ വളരെ സുഖമാണ്. അത് കിട്ടാൻ കുറച്ച് പണിയെടുക്കണം. വിനയം. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. മുഖറബുൽ അംലാഖ് ജിബ്രീൽ നബി തങ്ങൾ അടുത്തിരിക്കുക. ഒരു സഹാബി ഇങ്ങനെ നടന്നു വരിക. ആരാ സഹാബി? സഹാബികളെ കൂട്ടത്തിൽ സാധുവാണ്, പാവപ്പെട്ടവനാണ്, പാവപ്പെട്ട സഹാബിയാ. അബൂദർ എന്നാണ് പേര്. അബൂദറുൽ ഗിഫാരി. നബി തങ്ങളോട് പലതും ചോദിച്ചു പഠിച്ച മനുഷ്യനാ. പല ചോദ്യങ്ങളും ഹദീസ് എടുത്തു നോക്കിയാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഹബീബിനോട് ചോദിച്ചത് അബൂദറുൽ ഗിഫാരി ആയിരിക്കും. അല്ലിംനി അമല യുദ്ഖിലുനിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരാൻ കഴിയുമോ അങ്ങേക്ക്? സാധുവായ മനുഷ്യൻ ഇങ്ങനെ വരിക. ഉടനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നോക്കിയിട്ട് ആകാശത്തിന്റെ അധിപനായ ആകാശത്ത് മുതാഇൻ സമ്മാമീൽ, അവിടത്തെ വിശ്വസ്തനായ ആകാശ ലോകത്തുള്ള മലായികത്ത് മുഴുവനും അംഗീകാരം കൊടുക്കുന്ന ജിബ്രീൽ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരില്ല. ആ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഹാദാ അബൂദർദിൻ ഖദ് അഖബല. ഹബീബേ, നബിയേ, നബിയേ, അങ്ങയുടെ ശിഷ്യനായ അബൂദർ എന്ന സഹാബിയാണല്ലോ ആ വരുന്നത്. ആരാ പറഞ്ഞത്? ജിബ്രീൽ. ആരാ പറയേണ്ടിയിരുന്നത്? റസൂലുള്ളാഹി പറയേണ്ടത്. ജിബ്രീൽ എന്റെ ശിഷ്യനാ വരുന്നത്, അങ്ങനല്ല പറഞ്ഞത്. ജിബ്രീൽ അങ്ങോട്ട് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹിക്ക്, ആദാ അബൂദർദിൻ, നബിയേ, അങ്ങയുടെ ശിഷ്യനാ സാധുവായ അബൂദർ വരുന്നെന്ന്. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി. അബൂദറിനെ ജിബ്രീൽ അറിയോ? ചോദിച്ചു ജിബ്രീലിനോട്, അല്ലയോ ജിബ്രീൽ, അബൂദറിനെ അങ്ങക്കറിയാം, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ മറുപടി കേട്ടപ്പോ ഒന്നുകൂടി അത്ഭുതമായി. മറുപടി കേട്ടപ്പോൾ ഒന്നുകൂടി അത്ഭുതമായി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വഹുവ അസ്ഹറു ഇൻദനാ വഹുവ അസ്ഹറു ഇൻദനാ. അബൂദർ ഞങ്ങളുടെ ലോകത്ത്, ആകാശ ലോകത്ത്, വാനലോകത്ത്, ഭൂമിയിലുള്ളവർ അറിയുന്നതിനേക്കാൾ അറിയപ്പെട്ട വ്യക്തിയാണ്. ഭൂമിയിലുള്ളവർ അറിയുന്നതിനേക്കാൾ അബൂദറിന് സ്ഥാനവിടെ ആകാശത്താണ്. ചോദിച്ചു നബി തങ്ങളിലേമാ, എന്താണ് ജിബ്രീലേ അതിന് കാരണമെന്ന് ചോദിച്ചപ്പോഴേ ഫഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഒന്നാമത്തെ കാരണം ലിസ്ഗരിഹി ഫീ നഫ്സിഹി. എന്റെ സ്ഥാനം കൂടാൻ കാരണം ലിസ്ഗരിഹി ഫീ നഫ്സിഹി. അബൂദറിനെ കുറിച്ച് അബൂദറിന് ചെറിയ വിചാരം, ഞാൻ ഒന്നുമല്ല, സാധുവാ, എന്നേക്കാൾ വലിയവനാണ് അവര്, എന്നേക്കാൾ നല്ലവനാണ് അവൻ, എന്നേക്കാൾ നിസ്കരിക്കുന്നവനാണ് അവന് എന്നൊരു ചിന്ത, മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നവരാണ്. നമ്മളെക്കാൾ വലിയവരാരുണ്ട്. ആഹാ, ഓനോ, അവൻ എന്നേക്കാൾ വലിയവനോ. അതെന്തില്? നല്ല കാര്യത്തിലൊന്നുമല്ല, ദുനിയാവിന്റെ വിഷയത്തിലാണ് നമ്മൾ പവർ പറയാ. ഏറ്റവും വലിയ പവർ എന്താ? ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന രണ്ടാള് തമ്മിൽ പവർ പറയാ. ഓ, അക്കല്യാണത്തിന് പോയപ്പോ ഒരു കോയിനെ ഞാൻ ഒറ്റക്ക് തിന്നു തീർത്തു, അതാ ഒറ്റന്റെ പവർ. എന്റെ വേഷമുള്ളൊന്നും തിന്നുന്നില്ല, ഒരു കോയിനെ ഞാൻ ഒറ്റക്ക് അങ്ങ് തിന്നു. എന്തൊരു പവറല്ലേ! റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് അങ്ങനെ തന്നെ.
യുബ്ഗിലു കുല്ല ജഅലരി, മോശമായ സ്വഭാവക്കാരനോട് അല്ലാഹുവിന്റെ ദേഷ്യം. ആരാ മോശം? ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഈമാൻ പൂർണ്ണമായവനെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി. അപ്പൊ സ്വഭാവം അവിടെ കിട്ടുന്നു. അത് അടുത്ത് പറഞ്ഞു റസൂലുള്ളാഹി, ഖൈറുക്കും വഖൈറുക്കും വഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. ഖാല റസൂലുള്ളാഹി, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും ഉത്തമർ ആരാന്നറിയോ? ആരാ? പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനോട് പോയി ചോദിക്കുക, സിക്കറ്റിന്റെ സ്വഭാവം എന്താണെന്ന്. മൂപ്പരൊരു നല്ല സ്വഭാവമാണ്, എപ്പോഴും ചിരിച്ചണ്ടാണ്. കാരണം 10 മിനിറ്റേ ദിവസം കാണുന്നേ, അപ്പൊ ചിരിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? പ്രസിഡന്റിന്റെ പ്രസിഡന്റ് അതിനേക്കാൾ നല്ല ആളാ, ആഴ്ചയിൽ ഒരട്ടേ വരും, ജുമഅക്ക് മാത്രം. പിന്നെ നേരം ചിരിച്ചു പോണേണ്ട കുഴപ്പമുണ്ടോ? നല്ല സ്വഭാവം. സ്വഭാവം അറിയണമെങ്കിൽ എവിടെ പോയിട്ട് ചോദിക്കണം? ഒരേ പോയി ചോദിക്കണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, നല്ലവർ, ഉത്തമർ. ഖൈറുക്കും ലിഅഹ്ലിഹി. വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ചോദിക്കുക, ഭർത്താവിന്റെ സ്വഭാവം എന്താണ്? അപ്പോഴറിയാം ഖൈറാണോ ഷർറാണോ. അവിടെ പറയണം, അവിടെ നല്ല ഭർത്താവാണെന്ന് പറയാനുള്ള മനസ്സ്, അതിനുള്ള നാവ്, അതിനുള്ള സ്വഭാവം, അതിനുള്ള ജീവിതം നീ നിന്റെ വീട്ടിൽ കാഴ്ചവെക്കണം. അപ്പോഴേ നീ നല്ലവനാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഖാത്തീബിന്റെ പിരിവിന് പോയപ്പം കമ്മിറ്റിക്കാരെ എന്ന് വീട്ടിൽ വെല്ലടിച്ചപ്പം വീട്ടിൽ വാതിൽ തുറന്നു. പൊരുക്കാനില്ല, എല്ലാം എവിടെ പോയി? അങ്ങാടി പോയത്. എപ്പം പോയി? 8 മണിക്ക് പോയി. എപ്പോഴാ വരിക? വരാതിരുന്ന അത്ര നന്നായി എന്ന് പറയും. എന്നാലേ ഇങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായി. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് നിന്റെ ഭാര്യയോടൊക്കെ. ഭാര്യമാരും അങ്ങനെ തന്നെ. ഈ പ്രസംഗം കേൾക്കുന്ന പെണ്ണുങ്ങളൊന്ന് ഓർക്കുക. നമസ്കാരം, നോമ്പ്, അതിനേക്കാളൊക്കെ പെണ്ണിന് സുബ്ഹാനല്ലാഹ് സ്വർഗം കൊടുക്കാൻ കാരണമാകുന്നത് ഭർത്താവാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഈ വാള് കേൾക്കുന്ന പെണ്ണുങ്ങൾ തിരിച്ചുപോയിട്ട് ഇന്ന് രാത്രി കിടന്നിറങ്ങിയപ്പോഴേ നേരം വെളുത്തെഴുന്നേൽക്കാത്ത ഉമ്മാനെ തട്ടി വിളിച്ചു നോക്കുമ്പോഴ് മരിച്ചു പോയിട്ടുണ്ട്. ഡോക്ടറെ കൊണ്ടുവന്നപ്പോഴ് മരിച്ചിട്ട് 2 മണിക്കൂറായി എന്ന് പറയുന്നൊരവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തൊട്ട് അല്ലാഹു കാക്കട്ടെ. അങ്ങനൊന്ന് സംഭവിച്ചു എന്ന് വെക്ക. ഇന്ന് രാത്രി നീ വീട്ടിൽ പോയിട്ട് പെണ്ണെ നേരം വെളുക്കുമ്പോൾ നേർക്കാൻ കഴിയാതെ മരിച്ചുപോയാൽ നീ മരണപ്പെട്ടു പോയതിന്റെ പേരിലുള്ള പ്രയാസം കാരണം, നിന്നോടുള്ള സ്നേഹം കാരണം, നിന്നോടുള്ള പൊരുത്തവും തൃപ്തിയും കാരണം നിന്റെ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് വീണാൽ നിന്നെ ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറന്നിട്ട് നിന്നെ മലക്കുകൾ വിളിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താ ചെയ്യേണ്ടത്? നിന്റെ ഭർത്താവ് പൂർണ്ണ തൃപ്തനായിരിക്കണം നിന്നിൽ. ആ സമയത്ത് മരിച്ചു കിട്ടണം നീ. നല്ലേ തദ്ഖുലുൽ ജന്ന നല്ല പറഞ്ഞത്. അവൾ സ്വർഗത്ത് കടക്കുന്നല്ല, ദഖലത്തിൽ ജന്ന, അവൾ കടന്നു. എന്താ പറഞ്ഞത്? കടന്നു. നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സ്വർഗമില്ലാതെ യാസീനില്ലാതെ ഒരു മനുഷ്യനോട് അല്ലാഹു തആല പറയുന്ന യാസീൻ സൂറത്തുണ്ട്. സാഹിബ് യാസീൻ ആ പേര് തന്നെ. ഹബീബുൻ നജ്ജാർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. جاء رجل من أقصى المدينة جاء من أقصى المدينة رجل يسعى قال يا ليت قومي يعلمون يا قوم اتبعوا المرسلين اتبعوا من لا يسألكم مجرا وهم مهتدون. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം. മക്കളെ, പ്രവാചകനും കൊണ്ടുവന്നതിനെ അംഗീകരിക്കൂ, സ്വീകരിക്കൂ, അതനുസരിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അവരങ്ങ് കൊലപ്പെടുത്തി, കൊന്നുകളഞ്ഞു,
കല്ലുകൊണ്ട് കുത്തിയിട്ട് എന്ത് നിലക്ക് കൊന്നു, അതൊക്കെ തഫ്സീറിൽ പറയുന്നു. മൃഗീയമായി കൊലപ്പെടുത്തി ആ നാട്ടുകാർ. പക്ഷേ മരണപ്പെട്ടപ്പോഴ് ആ മനുഷ്യനോട് അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പന വന്നു, ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ കടന്നപ്പോൾ ആ മനുഷ്യന് പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ അല്ലാഹു സ്വർഗത്തിലെത്തിച്ച് എനിക്ക് മഹത്തായ പദവി നല്ലത് എന്നെ ആ കൊന്ന ജനങ്ങളൊന്നറിഞ്ഞിരുന്നെങ്കിൽ എങ്കിലും അവർക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ ദുആ ചെയ്തു. ഒരു നശിച്ചുപോവട്ടെ എന്നല്ല. മിനിയാന്നൊരു കത്ത് എനിക്കൊരു സ്റ്റേജിലേക്ക് ദ്വാരക്കാൻ ഞാൻ വായിച്ചില്ല. ഒരു പെണ്ണ് കൊടുത്തയച്ച കത്ത. ഉസ്താദേ, ഇത് നിർബന്ധമായിട്ട് വായിക്കണം, തീർത്തും വായിക്കണം, എന്നിട്ട് ദ്വാരക്കണം. അങ്ങനെ ആ കത്തുള്ളത്. ഞാൻ കത്ത് പതുക്കെ വായിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, ചില മനുഷ്യന്മാരെ കൽബ് കാണാൻ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. അല്ലാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കട്ടെ. പ്രയാസം കൊണ്ടായിക്കൂ. എന്താ കത്തിലുള്ളത്? ഒരു സ്ത്രീ എഴുതിയതാ. ഇവിടെ കുറിച്ച് ഈ സദസ്സിലുള്ള ആരെ കുറിച്ചോ ആണെങ്കിൽ എന്റെ അയൽവാസികൾ, ആ കത്തിലുള്ളതാ അയൽവാസികൾ പണക്കാരാണ്, പണമുള്ളവരാണ്. ഞാനൊരു സാധുവായ പെണ്ണാണ്. എന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ അവർ പലപ്പോഴും ശ്രമം നടത്തി, ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. എന്തിനേറെ ഇപ്പോഴവര് എന്റെ പറമ്പിലൊരു വാഴ വെച്ചാൽ അത് വെട്ടി നശിപ്പിക്കുന്നു. രാത്രിയാകുമ്പോൾ നേരം വെളുത്ത് നോക്കിയാൽ വാഴയില്ല. എന്റെ ആടിനെ അവരഴിച്ചു കൊണ്ടുപോയി എവിടെയോ തള്ളിക്കളയുന്നു. എന്റെ പശുവിനെ അടിച്ചുവിട്ട് എവിടെയോ കൊണ്ടുപോയി തള്ളുന്നു. എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. അതുകൊണ്ട് എന്റെ ആ അയൽവാസികളെ അല്ലാഹു തആല എന്തെങ്കിലും ശിക്ഷ ആകാശത്ത് നിർത്തിയിട്ട് ഒന്ന് നശിപ്പിച്ച് അവർ എന്റെ മുമ്പിൽ വെച്ച് നശിക്കുന്നുവെന്ന് കാണാൻ ഒന്ന് ദുആ ചെയ്യണേ. നമുക്ക് ദ്വാരക്കാൻ പറ്റുമോ? പഠിച്ചോനെ, ആ അയൽവാസികൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. ആ പെണ്ണിന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. അങ്ങനെ ആ അയൽവാസികളെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചോളി, ഇഷ്ടപ്പെടൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടേക്ക് വരുന്നില്ല ഞാൻ. ഏതായാലും നല്ല മനുഷ്യൻ എന്ന പുരക്കാർ പറയണോ നല്ലവനാണ്. ജഹലരികിനോട് അല്ലാഹുവിന് വലിയ ദേഷ്യം, മോശമായ സ്വഭാവം. പുരയിൽ കടിച്ചിരിക്കുന്നത്, മക്കളോട് കടിച്ചിരിക്കുന്നത്, ഭാര്യനോട് കടിച്ച്. ഒരു കടമ നമ്മക്കുണ്ട് മക്കളെ, ഒരു കടമ. നല്ല തീറ്റിക്കാരനോട് അള്ളാഹ്ക്ക് വലിയ ദേഷ്യ, ഭയങ്കര തീറ്റിക്കാരൻ. ഓന്റെ പവർ തന്നെ തീറ്റിയാണ്. ഇതേ തിന്നാൽ എന്താ കുഴപ്പം? തിന്നാ കുഴപ്പമൊന്നുമില്ല. പിന്നെ തിന്നാൻ ഇങ്ങനെ മസ്താവും. പിന്നെ കിടക്കണമെന്ന് തോന്നും, പിന്നെ ഉറങ്ങണമെന്ന് തോന്നുന്നു. മനുഷ്യൻ കുറച്ചേ ഭക്ഷണം കഴിക്കാവുന്ന കൽബ് ശുദ്ധിയാവുന്ന മരുന്ന് രണ്ടാമത്തെ മരുന്ന് ആദ്യത്തെ ഖുർആൻ ഓതല. അത് നമുക്ക് ഏതായാലും ഇല്ല. ഉണ്ടോ ഖുർആൻ ഓതുന്ന ആരാണുള്ളത്? ഇന്ന് ഖുർആൻ ഓതുന്ന കൈവെക്കാന്ന് പറഞ്ഞാൽ എത്ര ആള് വെക്കും? കുറച്ചാളൊക്കെ നേരത്തെ പറഞ്ഞ 4 വയസ്സന്മാരുണ്ടാവും ചിലപ്പോ ഖുർആൻ എടുത്ത് മറിച്ച് വെക്കൂല്. ഓക്കെ, കണ്ണ് കാണാഞ്ഞിട്ടാ? പത്രം വായിച്ചിട്ടില്ലേ? കണ്ണ് കാണാഞ്ഞിട്ടല്ല, നമുക്കത് കഴിയില്ല. നമ്മളെ കൽബ് ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ മരുന്ന് ഖുർആൻ ഓതുക. രണ്ടാമത്തെ വലിൽ ബത്നിൽ ഖലാന, വയറ് കാലിയായിട്ട് കൊടുക്കുക. വയറ് നിറക്കാതിരിക്കുക. ഏത് സമയത്തും വയറ്റിൽ ഒരു ഒടിപാടുണ്ടാകുക. കൽബ് ശുദ്ധിയാവാനുള്ള മരുന്നാണത്. തിന്നാതിരിക്കുക എന്നുള്ളത്. തിന്നലല്ല. നമ്മളോട് പറഞ്ഞാൽ കേൾക്കുവോ? നമുക്കനുസരിക്കോ? ഉസ്താദേ വേറെന്തോ പറയുന്നറിയോ? തിന്നാണ്ടിക്കണ പറ്റും നമ്മുടെ പറയണ്ട. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യും. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരാൻ വന്നു. തഫ്സീറിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരാൻ മദീനയിലേക്ക് പോകുമ്പോഴാ മക്കയിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, എവിടേക്കാന്ന് വെച്ചു. അർഷാന പേര്. എവിടേക്കാ? മദീനയിൽ. എന്തിന്? മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കണം. അതിന് പോവുക. മോനെ കുടുങ്ങുട്ടോന്ന് പറഞ്ഞു. എന്താ കുടുങ്ങും? കാരണം മുഹമ്മദ് പറയുന്നത് 5 വക്ത് നിസ്കരിക്കണമെന്നാ.
പിന്നെ സമയം ഉണ്ടാവില്ല, നമുക്കൊന്നിനും 5 വക്ത് നിസ്കരിക്കേണ്ടി വരൂ. അയാൾ പറഞ്ഞു, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണ്ടേ? 5 വക്ത് നിസ്കരിക്കുക, അതെനിക്കെന്നോ അറിയാം, അതറിയാവുന്നതോട് കൂടിയാണ് ഞാൻ പോകുന്നത്. ആയിക്കോട്ടെ, എന്നാ പോട്ടെ, എല്ലാ കൊല്ലത്തിലും ഒരു മാസം നോമ്പ് വെക്കണ്ടോ, പട്ടിണി കിടക്കേണ്ടി വരുന്നത്. ആയിക്കോട്ടെ, അതെനിക്കറിയാം, അതും എനിക്കറിയാം. എന്നാ മോനെ, അള്ളാഹുത്താന സമ്പത്തുണ്ടെങ്കിലേ അതിന്റെ 4, അതിലിപ്പോ അതിന്റെ 40-1 അതിന്റെ 1% സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓ, ഞാൻ കൊടുക്കാൻ തയ്യാറാണല്ലോ. മോനെ പോയി കൊടുക്കണ്ട, നമ്മളിപ്പോ വ്യഭിചരിച്ചൊക്കെ നടക്കുന്നുണ്ട്, വ്യഭിചരിക്കാൻ പറ്റൂല എന്നറിഞ്ഞു. അത് വളരെ നീചമായൊരു പണിയല്ലേ വ്യഭിചാരം. അതെന്നോ ഞാൻ നിർത്തി, ഞാൻ വിശ്വസിക്കാൻ പോകാറ്. ആയിക്കോട്ടെ, നീ കള്ളുടിക്കല്ലേ? ഓ, മുഹമ്മദിന്റെ ഭാഗത്ത് കൂടെ കള്ളുടിക്കാൻ പറ്റൂല കേട്ടോ. ആഹാ, കള്ളുടിക്കാൻ പറ്റൂലേ? ഇയാള് ചോദിച്ചു. തഫ്സീറിന്റെ കിതാബിൽ തഫ്സീർ ഖുർത്തുബിയൊക്കെ ആ സംഭവം വിവരിക്കുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, കള്ളു കുടിക്കാൻ പറ്റൂലേ? ഇല്ല. സുബ്ഹാനല്ലാഹ്, എന്നാ ഞാനിപ്പോ പോകുന്നില്ല, 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ, എനിക്ക് വേണ്ടിയിടത്തോളം കള്ളു കുടിച്ചിട്ട് ശരിയാട്ടെ, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കാൻ പോകും. എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചിട്ടുള്ള ആ മനുഷ്യൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് പോയ പോക്കിൽ നിന്ന് തിരിച്ചു പോടുകയാണ്. തിരിച്ചു പോകുന്ന നോക്കി നിൽക്കുകയാണ് ആളുകൾ. ആ കുതിരയുടെ കുളമ്പടി അങ്ങ് തെറ്റിയിട്ട് കുതിരപ്പുറത്ത് നിന്ന് മനുഷ്യനങ്ങ് തെറിച്ചു വീണു. അദ്ദേഹത്തിന്റെ തലയുടെ കഴുത്തിന്റെ എല്ല് പൊട്ടിയിട്ട് അവിടെ വെച്ച് ചത്തുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പോയത് അങ്ങോട്ടായിരുന്നു, മരിച്ചുപോയ ഷഹീദായിട്ട് മരിക്കുകയും ആ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല. നമ്മുടെ ചെറുപ്പക്കാരിപ്പം അങ്ങനെ, മോനെ കള്ളുടിക്കരുത്, അത് മാത്രം പറയരുത് ഉസ്താദേ, വേറെന്തോണ്ടോ പറയുന്നത്. അല്ലാഹു നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ബോധം കൊടുക്കട്ടെ. ഇവിടെ വന്നപ്പോ ഇതിന്റെ പ്രവർത്തകരെ കണ്ടപ്പോ തൊപ്പില്ലാത്തവരാരുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തൊപ്പിയുണ്ടെന്ന്. ഇപ്പൊ തൊപ്പില്ലാത്തോ ചോദിക്കാനില്ല, ഇപ്പോള് മുടി വെട്ടിച്ച എങ്ങനെയാന്നാ ചോദിക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞോണാണോ അല്ലെ നെയ്മർ വെട്ടിയോണാണോ എന്ന് അങ്ങനെ ചോദിച്ചാൽ. ഇപ്പൊ എല്ലാ നാട്ടിലും ചോദിക്കേണ്ട ചോദ്യം ഇപ്പൊ അതാ, ഹബീബായ റസൂലുള്ള പറഞ്ഞതുപോലെയാണോ വെട്ടിയത്, അല്ല നെയ്മറും ടെണ്ടുൽക്കറും മെസ്സിയും ഒക്കെ വെട്ടിയതുപോലാണോ? നിനക്കാരാ വലുത് നോക്കിയാൽ നിന്റെ തലയിൽ കുത്തിയാൽ മതി. ഓരോരോ നാട്ടിലും ഓരോരുത്തർക്ക് വലുത് അള്ളയും റസൂലും ആണോ അല്ല ഇപ്പോഴത്തെ കളിക്കാരാണോ തലയിൽക്ക് നോക്കിയാൽ മാത്രം തിരിയും. നിങ്ങൾ മക്കളെ പുരയിലെന്നെ നോക്കിക്കോളൂ, നിങ്ങളെ മക്കൾക്ക് അതാ വലിയത്, അള്ളയും റസൂലും ആണോ അല്ലെ കളിക്കാരാണോ? അത് പറഞ്ഞാൽ കുറ്റാവും. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എവിടുന്നാണ് ഇതൊക്കെ ഈ സമുദായത്തിൽ വന്നുകൂടുന്ന് പറയാൻ കഴിയുന്നത്. കുറച്ചോ കാക്കട്ടെ. ചവ്വാൽ വലിയ തീറ്റിക്കാര്. 3-ാമത്തെ ആരാ? സഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കുക. ഏത് സമയം നോക്കിയാലും അങ്ങാടി. എന്തേ പണി? ഒരാളെ പണിയൊന്നുമില്ല, കച്ചവടമൊന്നുമില്ല. രാവിലെ പോവുക, ഇറങ്ങുക, അങ്ങനെ നടക്കുക. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ പണി അങ്ങാടി കൂടെ ഇങ്ങനെ കറങ്ങുക. ഒരു പേഴ്സ് ഉണ്ടാവും, ഒരു കയ്യിൽ മറ്റേ കയ്യിൽ ഒരു ഫോണും ഉണ്ടാവും. ഇങ്ങനെ പോവുക. അല്ലാഹു കാക്കട്ടെ. എന്ത് പറ്റിയ കെട്ടിയവർക്ക് ആണുങ്ങൾ എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ലാതായി പോയി. എന്നിട്ട് പറ്റിയതാണ്. ഞാൻ ആ ഭാഗം വിടുക. ഏതായാലും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അങ്ങനെ കടന്നു വരാൻ പറ്റുന്ന ആണുങ്ങളൊക്കെ കൂട്ടത്തിലുണ്ടാവും. തന്റെ മകനെയും പിടിച്ചു വലിച്ചാ വരുന്നത്. ഒരു 16, 17, 18 വയസ്സായ ചെറുപ്പക്കാരന് അവന്റെ കയ്യും പിടിച്ചിട്ട് ഇലാ ഹദറത്തി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് വന്നു. എന്നിട്ട് തന്റെ മകനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുമ്പിൽ അങ്ങ് നിർത്തിയിട്ട് ആ പിതാവ് ഉമർ തങ്ങളോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന ബിനി ഹാദാ യഉക്കുനി. അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയായ ഉമർ എന്നവരെ, ഇന്ന ബിനി ഹാദാ എന്റെ ഈ മകനില്ലേ ഉമർ എന്നവരെ, യഉക്കുനി ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, എന്നെ വല്ലാതെ
വേദനിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, എന്നെ ബുദ്ധിമുട്ടാക്കുന്നു. ഇവനോട് നിങ്ങളൊന്ന് ഔസിഹി, ഇവനോടൊരു നല്ല ഉപദേശം ചെയ്തു കൊടുക്കാനാണ് ഞാനിവന്റെ കയ്യും പിടിച്ച് നിങ്ങൾ സദസ്സിലേക്ക് വന്നത്. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. നിങ്ങൾ ഉപദേശം ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ വേദനിപ്പിക്കുന്നു, അങ്ങ് ഇവനോടൊരു ഉപദേശം ചെയ്തു കൊടുക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖി വാലിദിക്, എടോ നിന്റെ പിതാവിനെ കഷ്ടപ്പെടുത്തുന്നതിൽ നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ മോനെ എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. മാ തഖാഫുല്ലാഹ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ മോനെ, ഫീ ഉഖൂഖി വാലിദിക, നിന്റെ പിതാവിനെ പ്രയാസപ്പെടുത്തുന്നതിൽ, ബുദ്ധിമുട്ടിക്കുന്നതിൽ നിനക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? നമുക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? നമുക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നതിന്. ഇപ്പൊ ചെറുപ്പക്കാരൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പുതിനാട്ടി ആദ്യം അവനോട് പറയുന്നത് എന്താണെന്നറിയോ? നമുക്കൊന്ന് ടൂറ് പോകണമെന്നൊന്നുമല്ല, നമുക്കൊന്ന് കൊടൈക്കനാലിലൊക്കെ പോകണം, ഊട്ടി പോകണം, മറ്റിവിടുന്ന് പോകണം, അവിടൊന്നും അല്ല ഇപ്പൊ പറയും. ആദ്യം പറയണ്ടെന്നറിയോ? നമ്മക്ക് ഇവിടുന്നൊന്ന് മാറി താമസിക്കണം, നിങ്ങളെ ബാപ്പന്റെ ഇമ്മന്റെ അടുത്ത് താമസിക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടോ നോക്കിക്കോളി, ഓര് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ പടവാണ്. ആ ലക്ഷണം കെട്ട പെണ്ണുങ്ങളാണ്. നിങ്ങളെന്താ വിചാരിച്ചേ? നിങ്ങൾ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് താമസിക്കാൻ കഴിയില്ല. നീ എവിടെയായിട്ട് താമസിച്ച 10-28-30 കൊല്ലയില്ലേ വിളമ്പന്റെ അടുത്തേയും? നിന്നെ 10-28-30 വർഷം തീറ്റിപ്പോറ്റി നിന്നെ വളർത്തിയ ഉമ്മാനെ ഉപ്പാനെ പറ്റില്ല. ഒന്ന് മാറി, നമുക്കൊരു വാടകക്കാണെങ്കിൽ ഒന്ന് മാറണമെന്ന്. എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം നിങ്ങൾക്ക് ആർക്കും അറിയോ? തലവാണ് നമുക്ക്. നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തായാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ഫോൺ ചെയ്യാൻ കഴിയൂല, അപ്പോക്ക് വേറെ എത്തി പോകണം. അതിനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കണം. അങ്ങനെ തലയാണ മന്ത്രം നടത്തുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് വേറെ പണി നോക്കിക്കോളാൻ പറയും. അല്ല, ഉമ്മാനെ ഉപ്പാനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവളെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് നീ മോനെ തഹജ്ജുദല്ല അതിന്റെ അപ്പുറം നിൽക്കാനും സ്വർഗം കിട്ടൂല. കാരണം എന്തേ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് വന്നു. ഫഖാൽ, ആ മനുഷ്യൻ ഹബീബിനോട് പറഞ്ഞു, ഇന്നലി വാലിദ യാ റസൂലല്ലാഹ്, ഇന്നലി വാലിദ, ഹബീബേ എനിക്കൊരു മാതാവുണ്ട് നബിയെ, ഉംഫിഖു അലൈഹാ. ചെറുപ്പക്കാര് കേട്ടോ, സഹീഹായ ഹദീസാണ്. ഹബീബ് പഠിപ്പിക്കുകയാണ്. ഒരാള് ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ് ഇന്നലി വാലിദത്തൽ ഉംഫിഖു അലൈഹാ വഹിയ തുഅദീനി ബിലിസാനിഹാ. എനിക്കൊരു ഉമ്മയുണ്ട് നബിയെ, ആ ഉമ്മാക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് നബിയെ. ആ ഉമ്മാക്ക് ശുശ്രൂഷിക്കുന്നത്, ആ ഉമ്മാക്ക് മരുന്ന് വാങ്ങുന്നത്, ആ ഉമ്മാക്ക് വസ്ത്രം വാങ്ങുന്നത്, ആ ഉമ്മാക്ക് ചെലവ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം ഞാനാണ് നബിയെ. എന്നിട്ടും അവൾ എന്റെ ഉമ്മ എന്നെ
ഞങ്ങളെ നാവ് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നു ഹബീബേ. ഞാൻ ചെല്ലുമ്പോ എന്നെ ചീത്ത പറയും, ഓടാന്ന് പറയും. എന്തെല്ലാം ചീത്തയാ എന്റെ ഉമ്മന്നെ പറയുന്നത്. എല്ലാം ഞാനാ. ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, വസ്ത്രം കൊടുക്കുന്നത് ഞാനാ, മരുന്ന് വാങ്ങുന്നത് ഞാനാ, രോഗിയായ ശുശ്രൂഷിക്കുന്നത് ഞാനാ, എല്ലാം ഞാനാ നബിയെ. എന്നിട്ടും എന്റെ ഉമ്മ എന്നെ വല്ലാതെ നാവെടുത്ത് തന്നെ ചീത്ത പറയും, എന്നെ കുറ്റം പറയും, എന്നെ കണ്ടൂടാ. കൈഫ അസ്നഉ യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യണം നബിയെ? എന്റെ ഓളെയും കൊണ്ട് വേറെ പോയി താമസിക്കാനോ? ചോദ്യം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരനെ പഠിപ്പിക്കാൻ ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അങ്ങ് സമീപിച്ചിട്ട് ചോദിച്ചു, എന്ത് ചെയ്യണം? റസൂലുള്ള പറഞ്ഞത് അതൊരു കോട്ടേഴ്സ് ഇട്ടോ നോക്കുന്നു. ഫഖാല റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദി ഹഖ്ഖഹാ, അദ്ദി ഹഖ്ഖഹാ, നിന്റെ മാതാവ് നിന്നെ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കണ്ടടോ. ആ മാതാവിന് ചെയ്യേണ്ട കടമകള്, കടപ്പാടുകൾ അതിനെ വീട്ടിയേ പറ്റൂ, വീട്ടിയേ പറ്റൂ, വീട്ടിയേ പറ്റൂ. ലൗ ഖതഅത ലഹ്മക മാ അദ്ദൈത റുബ്അ ഹഖ്ഖിഹാ, നാവ് കൊണ്ട് നിന്നെ പ്രയാസപ്പെടുത്തുന്നു എന്നല്ലേ പറഞ്ഞത്? വേറെ ശാരീരികമായ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, നിന്നെ അടിക്കാറില്ലല്ലോ, നിന്നെ കുത്താറില്ലല്ലോ. നിന്നെ ലൗ ഖതഅത ലഹ്മക, പിതാവ് ആ മാതാവ് മൂർച്ചയുള്ള കത്തിയെടുത്ത് നിന്റെ ശരീരത്തിലുള്ള മാംസഭാഗങ്ങൾ കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്താലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മാതാവിനെ ഒന്നും പറയാതെ നീ നിന്നാൽ പോലും ആ മാതാവിനോട് കാണിക്കേണ്ട ബാധ്യതയുടെ 4% പോലും, 1/4 ഭാഗം പോലും നീ വീട്ടിയവനല്ല മോനെ. അവ അലിംത, നിനക്കറിയില്ല മോനെ, അല്ലൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, സ്വർഗം, നിന്റെ സ്വർഗം നിന്റെ മാതാവിന്റെ കാലിനടിയിലാണെന്ന വിവരം നിനക്കറിയില്ലേ മോനെ? അതുകൊണ്ട് അദ്ദിഹഖഹാ, നിന്റെ പിതാവ് നിന്റെ മാതാവ് എത്ര പ്രയാസപ്പെടുത്തിയാലും മാതാവിനോട് കാണിക്കേണ്ട ബാധ്യത, അവരോട് കാണിക്കേണ്ട കടപ്പാടുകൾ നിർബന്ധമായി വീട്ടണേ ചെറുപ്പക്കാരാ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫസഖതർ റജുൽ, ഹദീസ് പറയാ, ഇത് കേട്ടപ്പം ഇയാള് സ്റ്റക്കായി പോയി. ഫസഖതർ റജുൽ, അദ്ദേഹം സ്റ്റക്കായി, ഒന്നും മിണ്ടാതെ അല്പനേരം ഇങ്ങനെ നിന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഹദറത്തിൽ നിന്ന് ആ മനുഷ്യനങ്ങ് നടന്നു നീങ്ങി. എങ്ങോട്ടാ പോയത്? തന്റെ ഉമ്മയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ഓടി അങ്ങ് ചെന്നിട്ട് ഉമ്മ നിൽക്കുന്ന ഭാഗത്തങ്ങ് ചെന്ന് ഉമ്മയുടെ കാലിന്റെ അടിയിൽ അങ്ങ് വീണിട്ട് ഫഖബ്ബല ഖദമൈഹാ, സ്വന്തം മാതാവിന്റെ കാലുകൾ പിടിച്ചു ചുംബിച്ചു. മേൽപോട്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെടണേ ഉമ്മ, ഹാക്കദാ അമറലി റസൂലുള്ളാഹ്, എന്റെ പ്രവാചകൻ ഇങ്ങനെ ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചതുമ്മ എന്ന് പറഞ്ഞിട്ട് ആ മാതാവിന്റെ കാലുകൾ പിടിച്ച് ചുംബിച്ച് മാതാവിനോട് പൊരുത്തപ്പെടിച്ചു എന്ന് പറയുമ്പോഴേ ഒരു കല്യാണം, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് മാതാവിനെ ഒഴിച്ചുപോയ, പിതാവിനെ ഒഴിവാക്കിപ്പോയ, നിന്റെ ഭാര്യയോട് സ്നേഹം കൂടിയ വാലിദേ, ഒരാൾ തന്റെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ ഫഖദ് ഖാലിഖ, അവൻ സൃഷ്ടാവായ അല്ലാഹുവിനെയാണ് തൃപ്തിപ്പെടുത്തിയത്. വമൻ അസ്ഖത വാലിദൈഹി, മാതാപിതാക്കളെ ദേഷ്യം പിടിപ്പിച്ചാൽ ഫഖദ് അസ്ഖത ഖാലിഖ, അവന്റെ സൃഷ്ടാവിനെയാണ് അവൻ ദേഷ്യം പിടിപ്പിച്ചത് എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർക്കണം ചെറുപ്പം.
ചെറുപ്പക്കാർ ആരാ മാതാപിതാക്കളെന്ന് പഠിക്കണം. അൽഖം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പ്രയാസം കണ്ടപ്പോഴാ ആ ഹദീസിന്റെ ലാസ്റ്റ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹാ. ഒരാൾക്ക് തന്റെ ഉമ്മയേക്കാൾ സ്ഥാനം ഭാര്യക്ക് കൊടുത്താൽ അതല്ലേ ഇപ്പൊ നമ്മളെ സ്ഥാനം. ഞാൻ പറയാം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കഥയിലേക്ക് തന്നെ വരും. നമ്മള് നോക്കി, മോനെ നിനക്ക് പഠിച്ചോനെ പേടിയില്ലേ? നിന്റെ പിതാവിനെ ബുദ്ധിമുട്ടാക്കുക. നിനക്കറിയില്ലേ അമാ തഖാഫുല്ലാഹ് ഫീ ഹുഖൂഖി വാലിദിക ഫഇന്ന മിൻ ഹഖ്ഖി വാലിദിക കദാ വകദാ. സുബ്ഹാനല്ലാഹ്. മോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബക്കറ്റുമായിട്ട് പ്രവർത്തകർ സ്ത്രീകളുടെ ഭാഗത്ത് വരുന്നുണ്ട്. സ്ത്രീകള് കൊണ്ടുവന്ന പൈസക്ക ബക്കറ്റിലിടുക, കൊണ്ടുവരാത്ത ഗൾഫിൽ നിന്ന് വന്നിട്ട് മോനെ എണീക്കുമ്പോൾ കൊണ്ടെടുത്ത് കൊണ്ടുവച്ച് കൊടുക്കണം ബിൽസ്. മോനെ ബിൽസ് ആക്കാൻ പറഞ്ഞേക്കണോ, മോനെ വരയ്ക്കാനുള്ള ബിൽസ് വാങ്ങാൻ പറഞ്ഞേക്കണോ, വലിയ ആപ്പൻ തന്നെ. അവിടെ എത്തി കാലം ഓൽക്ക സ്വർഗം കിട്ടേണ്ടത്. കാക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ റബ്ബേ. ലോകം അവിടെ എത്തിപ്പോയി. മോന്റെ കുറച്ച് പൈസ കൂടിയാല് ഇവനെങ്ങനെ ആക്കിയതാരാന്നുള്ള ചിന്തൊന്നും അവനറിയില്ല. ഓന്റെ അടിമയായിട്ട് ജീവിക്കുക ഓന്റെ വാപ്പയും ഉമ്മയൊക്കെ. പിന്നെ ഓനെ അടിമയായിട്ട് ജീവിക്കുക ആരെ? ഓന്റെ ഓളെ. അതാ രസം. ഓന്റെ വാപ്പയും ഉമ്മയും ഓന്റെ അടിമ. ഇവനാണെങ്കിലോ ഇവന്റെ ഓള അടിമ. എന്തേ പറ്റിയ ചെറുപ്പക്കാരൊക്കെ ഓർത്തോളി, പെണ്ണ് കെട്ടാനുള്ളവരൊക്കെ ഓർത്തോളി. നിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം ഭാര്യന്റെ മാതാവ് ഭാര്യയുടെ ഉമ്മ നിനക്കൊരു പണി ഏൽപ്പിക്കുന്നുണ്ട്. ആ പണി ഏൽപ്പിക്കാൻ വേണ്ടി ആ പണി ഏറ്റെടുക്കാൻ പോകുന്നവരാണ് വൃത്തികേട് മുഴുവൻ എടുക്കല്. കാസർഗോഡ് ജില്ലയിലുള്ള വൃത്തികേടുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പോള് മറ്റേ മൈലാഞ്ചി കല്യാണമൊക്കെ പോയിട്ട് ഇപ്പൊ ഹെൽത്തി കല്യാണം തുടങ്ങിയിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹെൽത്തി കല്യാണം ഉണ്ട്. ഹെൽത്തി എന്ന് പറഞ്ഞാല് എന്താ എന്താ മഞ്ഞ കല്യാണം. മഞ്ഞ ലഡു, മഞ്ഞ ജിലേബി, മഞ്ഞച്ചോറ്, മഞ്ഞ സാരി. അതിന്റെ പുറമെ പുതിയാപ്പിളനെയും പുതിനാട്ടിനെയും വിളിച്ചിട്ട് മഞ്ഞ തേച്ച് കൊടുക്കുക. ആരെ? എന്തെല്ലാം മുലക്കപ്പെണ്ണാക്കാൻ വരാനുണ്ടെന്ന അല്ലാഹു സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഓരോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അന്യ സമുദായക്കാര് ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളൊക്കെ ഈ സമുദായത്തിലേക്ക് കൊണ്ടുവരുന്ന പണക്കാരോ പാവപ്പെട്ടവരോ ആയ പടച്ചറബിനെ വെല്ലുവിളിക്കുന്നവർ എപ്പോഴാ മോനെ കടൽ ഒന്നിങ്ങോട്ട് കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാട്സപ്പല്ലേ കല്യാണ പന്തലിൽ നിന്ന് 55-60 വയസ്സായ പർദ്ദയും മഫ്തയിട്ട പെണ്ണുങ്ങൾ കയ്യും മുട്ടിയിട്ട് പാട്ട് കാണുന്ന വൃത്തികെട്ട പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ഒരു കൂട്ടൽ വരും അവസാന കാലം. അപ്പം കാത്തിരിക്കുക, കാത്തിരിക്കുക. അപ്പനാണ് ഭൂമി കുലുക്കത്തിനെ കാക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അപ്പനാണ് മനുഷ്യനും ബിൽഡിങ്ങുകളും താഴേക്ക് ഭൂമിക്കടിയിലേക്ക് കണ്ടുപോകുക. അപ്പനാണ് മസ്ഹാ കോലം മറിക്കപ്പെടുന്നതിനെ കാക്കേണ്ടത്. ഒന്ന് കഴിയുമ്പോഴും മറ്റൊന്നായിട്ട് ഓരോ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നിന്റെ പിന്നാലെ കടന്നു വരുന്ന ഓരോ സന്ദർഭമുണ്ടാകുമെന്ന് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പോഴതാ എന്തെല്ലാം വൃത്തികേടുകൾ അതൊക്കെ ഇവിടെ പറയായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ടതുണ്ടാവരുത് എന്നോർക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പുതിയാപ്പിളവുമായിട്ട് പുതിയാപ്പിള അങ്ങോട്ട് എത്തിയാൽ പുതിയാപ്പിളനെ അമ്മായി ഭാര്യന്റെ ഉമ്മൊന്ന് കാണാൻ വിളിക്കും. എടുക്ക് വീടിന്റെ റൂമിലേക്ക്. അപ്പോൾ അവന്റെ കൂടെ 150 ആളും കയറും.
എന്തിനാ കയറുന്നത്? നമ്മളെല്ലാം ഇങ്ങനെ പത്രം വായിച്ചിട്ട് ഇങ്ങനെ മറ്റേ ബാങ്ക് കൊള്ളടിച്ചു, ഇപ്പുറത്ത് വേറെ ബാങ്ക് കൊള്ളടിച്ചു, അതിലുള്ളതൊക്കെ ആള് അല്ലേ? ബാങ്ക് കൊള്ളടിച്ച കഥ പഠിത്തം കഴിഞ്ഞു. കാഞ്ഞങ്ങാട് ഇവിടെ ഒരു ബാങ്ക് കൊള്ളടിച്ചു, ഒരു ചെങ്ങായിനെ പിടിച്ചപ്പോൾ അവനോട് ചോദിച്ചു പോലീസുകാർ, എന്താ ചോദിച്ചത്? മോനെ, ഇത്രയും കിലോ കണക്കിന് സ്വർണം നീ വിറ്റിട്ട് ഒരു സ്വർണത്തിന്റെ മോതിരം പോലും നിന്റെ കൈമലും കിട്ടിയില്ലല്ലോ, അതെന്തേന്ന് ചോദിച്ചു. പത്രത്തിൽ നിങ്ങളെയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഹറാമാണ്. പത്രത്തിൽ ഞാൻ വായിച്ചത് ആരെങ്കിലും വായിച്ചിട്ടില്ലേ? പോലീസുകാരോട് അവൻ പറഞ്ഞതാ, സ്വർണത്തിന്റെ മോതിരം നിനക്ക് ഞങ്ങൾക്ക് ഹറാമാണ്. ഈ കക്കലോ ഹറാമു ഹലാൽ നോക്കുന്ന ഒരു കൂട്ടര്. ആ കളവ് നടത്തിയവരൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പരിഹസിച്ചു. നമ്മളോ നിന്റെ കൂട്ടുകാരന്റെ കൂടെ വിവാഹപ്പന്തലിലേക്ക് പോയിട്ട് ആ പെണ്ണിന്റെ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മൂക്കറ്റം തിന്നുകയറ്റിയിട്ട് ആ പെണ്ണിന്റെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ അറയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കൊള്ളയടിച്ച് കട്ടിക്കൊണ്ടുവരുന്ന കള്ളന്മാരായ കൂട്ടുകാരെ പുതിയ പെണ്ണിന്റെ കൂടെ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ. എന്താ പണി? അറ കയറിയിട്ട് കിട്ടുന്നത് കട്ടുപോരുക. കള്ളന്മാര്. അല്ലാണ്ട് എന്താ പറയാ? സ്പ്രേ കിട്ടിയ അത് കക്കുക, അത്തറ് കിട്ടിയ അത് കക്കുക, വേറെ എന്ത് കിട്ടുന്നോ അത് അരയിൽ വെച്ചിട്ട് പോരുക. കള്ളന്മാര്. പത്രത്തിലൊന്നും വരുന്നില്ല കള്ളന്മാരെ ഫോട്ടോ. ഈ വൃത്തികേട നമ്മൾ ചെയ്യുന്ന വേറൊന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ബോധം ഈ സമുദായത്തിന് കിട്ടുന്നില്ല. അള്ളാഹുവേ, ഞാൻ പറഞ്ഞത് ആ അറയിലേക്ക് കയറിയാൽ പുതിയാപ്പിളക്ക് ഒരു ചാവി കൊടുക്കുമാര് പെണ്ണിന്റെ ഉമ്മ. എന്നാ മോനെ, ഇനി മുതൽ നിനക്കൊരു പണി, എന്റെ മോള ഇവിടുത്തെ ഭാഗത്ത് ഇരുത്തിയിട്ട് അവളുടെ ഡ്രൈവറാണ് നീങ്ങി വണ്ടിന്റെ ചാവി. ഇനി അതെന്നെ എനിക്ക് പണി, ഓളെ കൊണ്ടെടുക്കുന്ന പണി. അതുകൊണ്ട് നീ എന്തായി? അവളെ അടിമയായി അന്ന് മുതൽ. ഇനി അവള് പറയുമ്പോൾ നിനക്ക് അവളിൽ ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടാനുള്ള അധികാരം പോലും നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് രക്ഷിതാവ് ഞാൻ കഴിഞ്ഞല്ലോ പറഞ്ഞിട്ട് നോക്കിയുണ്ട്. രക്ഷിതാവ് ഏടാനുള്ളത്? ആണുങ്ങൾ പേടാനുള്ളത് പുരുഷനാണ്. അവന്റെ ഭാര്യ മക്കളെ നിയന്ത്രിക്കേണ്ടവന് പുരുഷനാ. അത് നിയന്ത്രിക്കാൻ കഴിയുന്നവനെ കുറിച്ച് ആണ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെ, അവനാണല്ല. പെണ്ണെന്നറിയാൻ പറ്റോ? പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സമരം ചെയ്യൂ. പിന്നെന്താ പറയാ? പിന്നെ പെൺകൂസൻ എന്നറിയാം. പെൺകൂസൻ എന്താ? നിനക്ക് എവിടെ കഴിയാൻ മോനെ? നിന്റെ ഭാര്യനെയും മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദ് നാട്ടിൽ പോകണം നോക്കിയെടുക്കാൻ എനിക്ക് കഴിയും. പള്ളിയിൽ ഉസ്താദ് നാട്ടിൽ പോകണം. ഓ, ഹത്തീബ് ഓർമ്മില്ല അല്ലേ? ഞാൻ എന്റെ ഭാര്യനെ നോക്കും മോനെ. ഓളടുക്ക് പോയിരുന്നു, പർദ്ദയും മഫ്ത ഇട്ടിട്ട് വിമാനത്തിൽ കയറാൻ പോയോ, ഉംറക്ക് പോയോ നോക്ക്. പള്ളിയിൽ ഉസ്താദ് മറ്റേയാളോട് അസലാത്ത് കയറുന്ന വെച്ച് എല്ലാം മറന്നുപോയി. സുബൈക്ക് സുബ്ഹാനല്ലാ, എനിക്കെന്തൊരു തകരാറെന്നറിയോ? നീ നിന്റെ വീടൊന്ന് നോക്ക്. അതാണ്. പിന്നെ ആണെന്തോ എന്റെ റേഷൻ കാർഡൊക്കെ പെണ്ണുങ്ങളെ പേരിലായി. എന്റെ പറ്റിയ അള്ളാഹു ആണുങ്ങൾക്ക് തരുന്ന ശിക്ഷാണത്. ശിക്ഷ അല്ലാന്ന് ആര് പറഞ്ഞു? പടച്ചറബ് തന്നെ നിഅമത്തിന് ശുക്ർ ചെയ്യാതെ ശുക്ർ നന്ദികേട് ചെയ്യുമ്പോഴാണ് അള്ളാഹു അതിന് മാറ്റം വരുത്താൻ തുടങ്ങുന്നത്. നമ്മളെന്ത് ചെയ്ത് പണിയൊക്കെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു. സ്കൂളിൽ വീട്ടിയെ വിളിച്ചു, സ്കൂളിൽ രക്ഷകർത്ത യോഗം വിളിച്ചു, നീ പോയോ? നീ പോയോ? മദ്രസിൽ വിളിച്ചു, നീ പോയോ? ഓളത്തർക്ക് മദ്രസിനെയും വിളിച്ചു രക്ഷിതാക്കളെ യോഗത്തിന്. ആർക്ക് ക്ലാസ് എടുക്കാൻ? രക്ഷിതാക്കൾ ക്ലാസ് എടുക്കാനും വന്ന് നോക്കുന്നേരോ. ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 19 കുട്ടികൾ. എത്ര ആണുങ്ങൾ വന്ന? എത്ര ആള്? 6 ആള്. ഒക്കെ പെണ്ണുങ്ങളെ ഉസ്താദ്. രക്ഷിതാവാരാ? ആരോടോ രക്ഷിതാവ്? രക്ഷിതാവ് എന്ന് പറഞ്ഞാരാ? പെണ്ണുങ്ങളാ?
അതുപോലും അറിയാതെ നീ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ രക്ഷിതാവായിട്ട് പെണ്ണിനെ അല്ലാഹു തആല റേഷൻ കാർഡ് ആരെ പേരില്? നിന്റെ ഓളെ പേരില്. അപ്പൊ നിങ്ങൾ തിരിച്ചിരുന്ന നിങ്ങളെ റേഷൻ കാർഡ് ഉസ്താദേ അല്ലേ? നിങ്ങളെ പേരില. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഈ ഒളയത്തടക്കത്ത് ശ്രീനഗരിൽ ഒരു ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ വൃത്തികേട് ചെയ്യുന്നവന് തലയിലേക്ക് മാത്രമല്ല, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. സുബഹിന്റെ സമയത്താ വരുന്നെങ്കിൽ സുബഹിന്റെ ജമാഅത്തിന് പോകുന്ന മനുഷ്യരും അതിൽപ്പെടും. ഖുർആനാണത്. പക്ഷേ നല്ല ആൾക്ക് കിട്ടിയ ഒരു ഷഹീദാവും, അല്ലാത്തൊരു നേരെ നരകത്തിലും പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് പറ്റിയ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? പോയി നോക്കി, മദ്രസയിൽ പോയി നോക്കി. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രസ് കാർഡില് 3 ഒപ്പാടുണ്ടത്. ഒന്ന് ക്ലാസ് അധ്യാപകന്റെ ഒപ്പ്, അത് ആളെന്നെ ഒപ്പിട്ടുണ്ടാവും. 2 പ്രധാന അധ്യാപകന്റെ ഒപ്പ് അഥവാ സദറുസ്താദിന്റെ ഒപ്പ്, ആ കോളത്തിലും അത് തന്നെ. 3ാമത്തത് രക്ഷിതാവിന്റെ ഒപ്പ്. നീ പോയി നോക്കുക, എന്റെ ഓളൊപ്പുണ്ടാവും. നിന്റെ ഒപ്പുണ്ടാവില്ല ഇതില്. കാരണം നീ ഓക്ക് കൊടുത്തു ആ രക്ഷിതാവിന്റെ സ്ഥാനം. അപ്പൊ എന്തായി? നിന്റെ മക്കൾക്ക് പേരിട്ടവളാണ്, നിന്റെ വീടിന് പേരിട്ടവളാണ്, നിന്റെ വീട്ടിലേക്ക് എന്ത് വാങ്ങണമെന്ന് തീരുമാനിച്ചവളാണ്. എടോ, നിന്റെ ഉമ്മാക്ക് സ്ഥാനമില്ല, വാപ്പാക്ക് സ്ഥാനമില്ല. വീട്ടിലെ സ്ഥാനക്കാരെ പെണ്ണുങ്ങളല്ല സ്ഥാനം. പിന്നെ എന്റെ ഉമ്മ ആണാ ഇവരോട് വെച്ചെങ്കിൽ ന്യായം പറയാൻ നമ്മൾ ഉഷാറാ. വീട്ടിലൊരു പ്ലേറ്റ് വാങ്ങാൻ, വീട്ടിലേക്ക് ഒരു ചൂല വാങ്ങാൻ, വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ, അത് പെണ്ണുങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? പിന്നെ അതിനേക്കാൾ വയസ്സുള്ള പെണ്ണ എന്റെ ഉമ്മല്ലേ? എന്റെ ഉമ്മാനോട് വെച്ചെങ്കിൽ എന്താണോ കടമകളെ നമ്മൾ മറന്നുപോയി. മറന്നപ്പം നമ്മളെ അല്ലാഹു തആല മറന്നു. ഇപ്പൊ എന്തായി? റേഷൻ കാർഡ് ആയിട്ടുള്ളൂ. ഇനി അടുത്തൊന്നും ഉണ്ടാത്ത ഒന്നും തല കുലിക്കുക ഒന്നുമില്ലാന്നറിയില്ല. അല്ല, മറ്റുള്ളത് ജനറൽ വാർഡ് എന്നാൽ പെണ്ണിന് മത്സരിക്കുക, ആണിന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ 10ലും പെണ്ണിന് മത്സരിക്കുക, ആണ് വിചാരിച്ച മത്സരിക്കാൻ പറ്റൂന്ന്. എന്നാൽ ആണിന് ഒറ്റ സീറ്റും ഇല്ല, മുഴുവനും പെണ്ണിന്. നമ്മളവിടെ സമരം ചെയ്തോ? അതുകൊണ്ട് മക്കളെ നോക്കി എവിടെ പറ്റി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടിലേക്ക് എത്തി കഴിയോ നിനക്ക്? എങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത നിനക്കൊരു കുഞ്ഞ് വന്നാൽ, ഇവിടുന്ന് ഖിറാഅത്ത് ചെയ്യില്ലേ? എന്താ ഖിറാഅത്ത്? കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മഹത്തായ അനുഗ്രഹത്തിനെ അനുസ്മരിക്കുകയാണ് ഇവിടെ എന്നാണ് സൂറത്ത് മറിയം തുടങ്ങുന്ന. അങ്ങനെ എന്താ അനുഗ്രഹം? അനുഗ്രഹം യഹിയ എന്നൊരു കുഞ്ഞിനെ കൊടുത്തു എന്നാണ്. ഒരു മക്കൾ ഉണ്ടാകാതെന്ന വലിയ അനുഗ്രഹം. അത് മക്കളില്ലാത്തവർക്ക് അതിന്റെ പ്രയാസം അറിയൂ. 2 കൊല്ലായിട്ടേ ഉള്ളൂ. 8 മാസമായ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദെ ഒന്ന് ദ്വാരക്കണം, എന്തായി? മക്കളില്ല. എന്റെ എത്ര കൊല്ലായി കല്യാണം കഴിച്ചിട്ട്? 8 മാസമായി. ഓന് മക്കൾ. അടുത്ത് വരാൻ പോണത് ഇപ്പൊ ഒരു പുതിയ നിയമം വരാൻ പോകുന്നുണ്ട്. വീടുണ്ടാക്കിയാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുക കാർഡിന്റെ ഉടമസ്ഥന്റെ പേരിലാണ്. അപ്പൊ എന്തായി? വീടും പെണ്ണുങ്ങൾക്കായി. നമുക്ക് പിന്നെന്താ ഉള്ളത്? പെണ്ണിന്റെ മൂത്ത കുട്ടിന്റെ പേര് ഷസ്സ, അതിന്റെ അടുത്തേക്ക് ഷസ്സി, അതിന്റെ അടുത്തേക്ക് ഷസ്സു. ഇനി ഒന്നുണ്ടാ എന്താക്കൂ? ഇനി ഷിസ്സാക്ക, ഷീന്റെ അർത്ഥത്ത് മാറ്റുക. അതാ പറഞ്ഞത്. മെനിയാന്നൊരു വയസ്സായ മനുഷ്യൻ കൊണ്ടുവന്ന് 12 പേര് സെഡ് കൊണ്ടാ ഒക്കെ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും അർത്ഥം എനിക്കറിയില്ല. അറിയാന്നുള്ളു. ഇത് ഈജിപ്ത് പോയി ചോദിച്ചു നോക്കി. എനിക്ക് തോന്നുന്നത് മിസ്രി ഭാഷ അങ്ങനല്ലാണ്ട് എന്താ പറയാ എനിക്കറിഞ്ഞൂടാ. 12 പേര് എല്ലാം സുബ്ഹാനല്ലാഹ്. സെഡ് തുടങ്ങുക, അടിയിൽ നടുവിലും സെഡ്, അവസാനം സെഡ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മക്കൾക്ക് പേരിടുക. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റന്നിന്റെ അർത്ഥം പറഞ്ഞു. ഞാനൊരു 10 എഴുതി തരാം, അതിൽ ഇഷ്ടമുള്ള ടോളിൽ നിന്ന് 10 പേര് എഴുതി കൊടുത്ത് പിറ്റേന്ന് അതേ സ്പീഡിൽ ഇങ്ങോട്ട് ഇതൊന്നും അവർക്ക് പറ്റിയില്ല എന്നല്ല. എന്നാ പിന്നെ നിങ്ങൾ വേറെ പണി നോക്കി.
അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹിന്റെ അള്ളാഹുവിന്റെ ബദരീകളെ അവരെ പേരൊന്നും ഇപ്പൊ നമുക്ക് പറ്റൂല. നമുക്ക് വലിയ വലിയ സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടിക്ക് പേരിട്ടെന്താ? മദ്രസ ചേർക്കാൻ കൊണ്ടുവന്ന കുട്ടിന്റെ പേര് വെച്ചപ്പോ കുട്ടി പറഞ്ഞ് സാമിരിയും. ഒരു ഇവിടെ അടുത്തുള്ളൊരു കുട്ടിക്ക് പേരിട്ടതാ. സത്യം പറയാ, ഇവിടെ ഈ സ്റ്റേജിൽ നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഇവിടെ അടുത്തുള്ള മദ്രസ ചേർത്താൻ കൊണ്ടുവന്ന ആരാ? ഒരു പെണ്ണ്. ഭർത്താവ് ഇവിടെ ഗൾഫിൽ. എന്താ കുട്ടിന്റെ പേര്? സാമിരി. ഉസ്താദ് പറഞ്ഞു ഈ പേരിൽ ഇവിടെ ചേർത്താൻ പറ്റൂല. ചൂടായി. ചൂടായിട്ട് ഞങ്ങളെ മക്കൾക്ക് പേരിട്ട് ഞങ്ങളെ ബാധ്യതാണ്, നിങ്ങൾക്ക് ചേർത്തിയാൽ മതി എന്ന്. ഉസ്താദ് കുറച്ച് സാറിലാളയും അയാൾ പറഞ്ഞു മക്കൾക്ക് എന്ത് പേരിട്ടാൻ വേണ്ടിയില്ല, എപ്പോഴും ചേർത്തണമെങ്കിൽ ഞങ്ങൾ ഇഷ്ടമുള്ള പേരിൽ ചേർത്തു. അത് പ്രസിഡന്റ് എടുത്തെത്തിയാ എന്താവും? നിങ്ങളെന്താ പറയാന്? അയാൾക്കൊണ്ടല്ലേ ഇവിടെ കഴിക്കുന്നത്, അയാൾ സംഭാവന എന്ന നാളല്ലേ, ചെലവില്ലേ, അത് മുടങ്ങി. എന്ത് ചെലവാടോ ഇവിടെ? അള്ളയും റസൂലുമില്ല, എന്ത് ചെലവാ ഇവിടെ? പോവാൻ പറയണം. സാമിരി എന്ന് പറഞ്ഞ ആരാ? ലോകത്ത് വിധിനുണ്ടാക്കിയ ആള്. ലോകത്ത് ഏറ്റവും വലിയ വിധിനുണ്ടാക്കിയ സാമിരിയാ. ആട്ടിറച്ചി കൊണ്ടുവിടാനും പശുവിന്റെ ഇറച്ചി തന്നെ അടിച്ചു കൊല്ലാനൊക്കെ കാരണക്കാരൻ സാമിരിയാ. സൂറത്ത് താഹയിൽ പറയുന്നുണ്ട് ما خطبك يا سامري قال بصرت بما لم يبصروا به وقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. സാമിരിന്റേത് ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് ബനൂ ഇസ്രായേൽക്കാർ വാങ്ങിയ സ്വർണ്ണൊക്കെ കയ്യിലുണ്ട്. ഫിർഔനും കൂട്ടരും അതിന് മുങ്ങി ചത്തുപോയി. സ്വർണ്ണൊക്കെ അവിടെ ബാക്കിയാ. അതെല്ലാം കൊണ്ട് വാങ്ങിയിട്ട് തീയിലിട്ട് ഒരു പശുക്കുട്ടിനുണ്ടാക്കി. എന്നിട്ട് വലിയൊരു കഥാണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാമിന്റെ അടുത്ത് വരുന്നുണ്ട് ചെറുപ്പത്തിൽ കുതിരപ്പുറത്ത്. ആ കുതിരന്റെ കൊളമ്പഴി തട്ടിയതൊക്കെ പൊല്ലു കൊടുക്കും അല്ലേ. ഇത് കണ്ടുവെച്ചു സാമിരി. എന്നിട്ട് ജിബ്രീലിന്റെ കൊളമ്പഴി തട്ടിയെടുത്ത് ഒരു പിടി മണ്ണ് വാരി വെച്ചു, സൂക്ഷിച്ചു ഒരാവശ്യത്തിനും. ഈ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഈ മണ്ണ് എന്ത് ചെയ്തു? പശുക്കുട്ടിന്റെ വായ വെച്ചെടുത്തു. അപ്പൊ പശുക്കുട്ടി തുള്ളാൻ തുടങ്ങി. ഇസ്രായേൽക്കാർ വിവരമില്ലാത്തവരല്ലേ, അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. ഇതാണ് മൂസന്റെ നിങ്ങളെയും ദൈവം. മൂസ ഈ ദൈവത്തിന് തെരഞ്ഞു പോയതാ. ഭാഗത്തെടുത്തുകൂടി തെരഞ്ഞു. ഓലൊക്കെ കുത്തിന് ഭാഗത്ത് ചെയ്യാൻ തുടങ്ങി. അതാ പശുക്കുട്ടിക്ക് ഭാഗത്ത് ചെയ്തു. ആ ചെയ്യിപ്പിച്ച ഏറ്റവും വലിയ നീചനായ കാഫിറാണ് സാമിരി. ആ പേരാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മക്കൾ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ കുടുംബത്തിൽ ഞാൻ പോയപ്പോ എങ്ങനെ പേരിട്ടെന്ന് വെച്ച് അപ്പൊ പറഞ്ഞു ഒരു കുട്ടിക്ക് പേരിട്ട യസ്നൂനാന്ന്. സുബ്ഹാനല്ലാഹ്. എവിടുന്ന് കിട്ടി? ഞാൻ ആ പെണ്ണ് പറയാ ഖുർആനിലുള്ളതാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ഖുർആനിലുള്ളതാണെങ്കിൽ യസ്നൂൻ 1-2 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. 5-10 വട്ടം പറഞ്ഞ സ്ഥലത്ത് വേറൊരു പേരുണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇബ്ലീസ്. ഇബ്ലീസ് ഉണ്ട്. അപ്പൊ യസ്നൂന്റെ അർത്ഥം വ്യഭിചരിക്കുന്നവർ. ആ അർത്ഥാർത്ഥ പേരാണ് മക്കൾക്ക് കിട്ടത്. നമുക്ക് ഇനിയും ബോധം വന്നിട്ടില്ലത് കൊണ്ട് മക്കളെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മക്കളുണ്ടായാൽ ഒരു നല്ല പേരിടുമോനെ. എന്നാലേ ദുനിയാവിലും ആഖിറത്തിലും ആ മക്കളെ ഉപകരിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുശ്ശേരിസ്ഥാനോട് പറയേണ്ടത് നേരത്തെ പറഞ്ഞില്ല ഞാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ സിഫത്ത വിനയം. പത്രങ്ങൾ മുഴുവൻ എടുത്തു നോക്കി. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായപ്പോഴേ സുബ്ഹാനല്ലാഹ് വിനയമുള്ള പണ്ഡിതൻ. അതെന്നാ മോനെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്ഥാനം. പക്ഷേ വാട്സപ്പിലൂടെയൊക്കെ ആ മഹാനായ പണ്ഡിതനെ ഇകഴ്ത്തിയിട്ട് വളരെ മോശമായി ചിത്രീകരിച്ച് വളരെ മോശപ്പെട്ട വളരെ നാവ് പുഴവെച്ച് പോകുന്ന കേട്ടാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിന് സഹിക്കാൻ കഴിയാത്ത നിലക്ക് മഹാന്മാരായ ഉസ്താദുമാരെ ഇകഴ്ത്തുന്ന ഏവനാണെങ്കിലും കലിമയല്ലാതെ മരിക്കേണ്ടി വരും മോനെ, ചത്തുപോകും. നോക്കിക്കോളൂ. വാട്സപ്പിൽ തോന്നിവാസത്തിനുള്ള അല്ല. ഒരു മഹാനായ പണ്ഡിതന് വഫാത്തായിട്ട് ആ മഹാനായ പണ്ഡിതനെ ഇകഴ്ത്തിയിട്ട് ആഖിറത്തിൽ പോലും രക്ഷപ്പെടൂല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഇവിടെ തോന്നിവാസങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന നിന്റെ ആ ധിക്കാരമുണ്ടല്ലോ, ഈ
ഈമാനില്ലാതെ ചത്തുപോകും മോനെ, നോക്കിക്കോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിനയമുള്ള പണ്ഡിതൻ. എനിക്കറിയാം, മാലിക് ദീനാറിലൊരു പരിപാടിക്ക് വന്നു. അവിടെ ലിഫ്റ്റില്ല. കോളേജിന്റെ 3ാമത്തെ നിലയിലാണ് കുട്ടികളെ ഒരുമിച്ച് കൂടി ഒരു ദുആ സമ്മേളനം നടക്കുന്നത്. ഞാൻ അടുത്തുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം കോണിപ്പടികൾ ഇങ്ങനെ കയറിപ്പോക. 1 കയറി, 2 കയറി, 3 കയറി, അങ്ങനെ പോകണം. ആ പോകുന്ന പോക്കിൽ ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ കൊണ്ട് കയറാൻ കഴിയോ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കയറാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്, മഹാനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, ചിരിച്ചിട്ട് പറഞ്ഞു, പണ്ടൊക്കെ മിമ്പർ കയറിയ പരിചയമുണ്ട്, ആ പരിചയത്തിന് അങ്ങനെ കയറാന്ന്. പണ്ടൊക്കെ മിമ്പർമേൽ കൊത്തുപോകാൻ കയറിയ പരിചയമുണ്ട്, ആ പരിചയത്തിന് അങ്ങനെ പോകാന്ന്. ഒരു മനുഷ്യൻ കണ്ടില്ലേ, വാട്സപ്പിൽ വന്നില്ലേ ആ മനുഷ്യന്റെ വിനയം. ഒരു നല്ല കാറിൽ കയറിയിട്ടില്ല. മാലിക് ഞാൻ ഉറൂസിന് വന്നപ്പോഴേ AC റൂമിൽ വിശ്രമിക്കാനുള്ള സൗകര്യ ഒരുക്കിയപ്പോഴേ അവിടെ ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ എന്റെ ശിഷ്യന്മാരെ നടത്തുന്ന ആ സ്ഥാപനത്തിൽ അവരുടെ റൂമിൽ പോയിട്ട് രാത്രി കിടന്നിറങ്ങിക്കോളാന്ന് പറഞ്ഞ് സ്വന്തമായി ആ കോളേജിന്റെ ഒരു സൗകര്യവുമില്ലാത്ത ആ റൂമിൽ പോയിട്ട് നേരം വെളുപ്പിച്ച മഹാനായ പണ്ഡിതൻ. നമുക്ക് AC-യിലെ യാത്ര ചെയ്തോളൂ അല്ലേ? ഇവരൊക്കെ മോനെ വിനയം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തലയെക്കെട്ടും അവിടെ അയച്ചു വെച്ചിട്ട് ട്രെയിൻ കാത്തിരിക്കുന്ന രംഗം വാട്സപ്പിൽ കണ്ടു. സുബ്ഹാനല്ലാഹ്. മത്സ്യ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങുന്ന രംഗം മാർക്കറ്റ് കണ്ടു. നമുക്കോ ഈ നിലയ്ക്ക് വിനയത്തോടെ മഹാനായ ശംസുൽ ഉലമായുടെ ശേഷം പൂർണ്ണമായ 20 വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ നയിച്ച ആ വിനയമുള്ള ആ വിനയത്തിന്റെ പ്രതീകമായ സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാനായ ആ പണ്ഡിതൻ ഓർക്കാതിരിക്കേണ്ട. ദിക്റു സാലിഹീന കഫാറ. അവരെ കുറിച്ചൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ദോഷം പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ മഹത്തായ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന പ്രഗൽഭനായ ആ മഹാനായ പണ്ഡിതൻ. അള്ളാഹു അവരോടൊപ്പം നമ്മയും സ്വർഗത്തിലെത്തിച്ചു തരട്ടെ. അള്ളാഹു അവരോടൊപ്പം നമ്മയും സ്വർഗത്തിലെത്തിച്ചു തരട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന ആ മഹത്തായ പാതയിലൂടെ, മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അതിന്റെ പ്രവർത്തകരായവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് മക്കളെ, പണ്ഡിതന്മാരെ പറയരുത് കുറ്റം. അവരുടെ മാംസത്തിൽ വല്ലാത്ത വിഷമുണ്ട്. വിഷം ഉള്ളിൽ ചെന്നാൽ ചത്തുപോകും. നാളെ നോക്കിയിട്ടല്ല. അതുകൊണ്ട് അവരുടെ മാംസത്തിൽ കയറണ്ട, അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട. ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഓർക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മറക്കാൻ കഴിയാത്തൊരു മഹാനായ പണ്ഡിതനുണ്ട്. വഫാത്തായപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇനിയാര് ആ ഒരു സ്ഥാനത്തേക്ക് നിർത്താൻ ഇനിയാര്? ഒരു മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ നയിക്കാൻ പറ്റുന്ന പ്രഗൽഭനായ ഒരു മനുഷ്യന്റെ, ഒരു മഹാനായ പണ്ഡിതന്റെ കയ്യിൽ അല്ലാഹു ആ അധികാരം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഞങ്ങളത് നമുക്ക് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് വീടിന്റെ തൊട്ടടുത്ത് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു കബർ കുഴിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എവിടേക്കെങ്കിലും പോകുമ്പോഴൊന്ന് ഇറങ്ങിയിട്ട് ആ കബറിലേക്ക് നോക്കിയിട്ടാ പോവുക. എന്റെ കബറിൽ കിടക്കേണ്ട തടിയാണി നടന്നു നീങ്ങുന്നത് എന്ന ചിന്ത. പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഒരു മനുഷ്യനുണ്ടാവണം. വീട്ടിന്റെ മുറ്റത്തൊരു കബർ കുഴിച്ചു വെച്ചു. എന്തിന്? വഫാത്തായിട്ട് അവിടെ മറവ് ചെയ്ത് കെട്ടിപ്പൊന്തിക്കാനല്ല, മറവ് ചെയ്യുന്നത് പള്ളിക്കാട്ട് തന്നെ. കബർ എന്നും ഒന്ന് കാണാൻ വേണ്ടി ഇപ്പോഴും വീട്ടിന്റെ മുറ്റത്ത് കബർ കുഴിച്ചു വെച്ച മഹാനായ പണ്ഡിതന സമസ്തയെ ഇന്ന് നയിക്കുന്ന പ്രസിഡന്റ്. അവരൊക്കെ ഞാനിപ്പോഴും ഓർക്കും, എന്റെ ഉസ്താദ് മഹാനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ അനുസ്മരിക്കാതിരിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഞങ്ങളാ ശിഷ്യന്മാര് കൂടി ഉസ്താദ് എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ ഒരു കാറ് ഞങ്ങൾ വാങ്ങട്ടെ, എന്റെ വീട്ടിലേക്ക് അതുമായിട്ട് വരണ്ടെന്നാ പറഞ്ഞത്. എന്റെ വീട്ടിലേക്ക് അതുമായിട്ട് വരണ്ട. എനിക്ക് ഈ റോഡിലൂടെ പോകുന്ന ബസ് കയറിയാൽ 50 പൈസ കൊടുത്താൽ അപ്പുറത്തിറങ്ങാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം എനിക്ക് വേണ്ട. ഒന്നും ആഗ്രഹിക്കാൻ, ദുനിയാവ് ആഗ്രഹിക്കാത്ത ഉഖ്റവിയായ ആലിമീങ്ങളുടെ എന്തെല്ലാം സ്വഭാവങ്ങൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ,
ഹദീസ് അങ്ങ് ഓതുമ്പോഴേക്ക് മഹാന്മാരായ ഈ പണ്ഡിതന്മാരെ നമുക്ക് ഓർമ്മ വരുന്ന നിലക്ക് ജീവിച്ച് വഫാത്തായി പോയ പണ്ഡിതന്മാർ കാണുമ്പോൾ ഉസ്താദ് ശംസുൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പടച്ചവനെ കൈകൾ മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്തത്, അല്ലാഹുവേ ഇവരിതാ മഴക്ക് വേണ്ടി ദുആ ചെയ്യാൻ വന്നതാണ്, മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു വന്നതാണ്. പടച്ചവനെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് അഹമ്മദിന്റെ കൈകളാ റബ്ബേ, ഇവർക്ക് മഴ കൊടുക്കണം. ഒരു പണ്ഡിതന്റെ ദുആയാണ്, ഒരു പണ്ഡിതന്റെ ദുആ. പഠിച്ചോനെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് ചെയ്യാത്ത കണ്ണിയത്ത് അഹമ്മദിന്റെ കരങ്ങൾ, പഠിച്ചോനെ ഇവർക്ക് മഴ കൊടുക്കണം. അത്ഭുതം എന്നോട് പറഞ്ഞതാരാ? അത് പരിചയമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിൽ കൂടിയല്ല, എന്നിട്ടും പറഞ്ഞു അയാൾ എന്നോട് കണ്ണിയത്തിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആ വന്ന ആളുകളുടെ കൃഷിസ്ഥലത്തേക്ക് മാത്രം അതിര് നോക്കിയിട്ട് മഴ പെയ്തു, അള്ളാഹുവിന്റെ മഴയങ്ങ് വന്നു, കണ്ണിയത്തിന്റെ കൈകൾ ഉയർന്നപ്പെടും. അതാ പണ്ഡിതന്മാർ. ആ ഉഹ്റവിയായ ആലിമീങ്ങളെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 സലാത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കണം. സല്ലല്ലാഹു وسلم على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ കബൂലാക്കണേ റബ്ബേ. അത് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലിനെ റബ്ബേ, പ്രത്യേകിച്ച് മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണ വഫാത്തായി പോയ സമസ്തയിൽ നിന്ന് വഫാത്തായ മഹാന്മാരായ വരക്കൽ തങ്ങൾ മുതൽക്ക് അല്ലാഹുവേ ഒരുപാട് പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിൽ നയിച്ചു. അവരെ ഒക്കെ അർവാഹിലേക്ക് അടുത്ത കാലത്ത് വഫാത്തായി പോയ പാറന്നോ ഉസ്താദിന്റെ അല്ലാഹുവേ, അവരെ ഹദ്റത്തിലേക്കൊക്കെ ഈ ഫാത്തിഹയുടെ സവാബിന്റെ മിസ്ലിനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒത്തുചേരൽ സാലിഹായ അമലായി കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളൊക്കെ സാലിഹീങ്ങളാക്കണേ റബ്ബേ. ഈമാൻ ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റബ്ബേ. തഖ്വ ഏറ്റിത്തരണേ റബ്ബേ. ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസ് തരണേ റബ്ബേ. അല്ലാഹുവേ, നാഫിയായ ഇൽമേറ്റി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ആഫിയത്ത് മരണം വരെ കാക്കണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് അമലുകൾ ഞങ്ങൾ ചെയ്യുന്നു, സ്വീകരിക്കേണ്ടവൻ നീയാണ്, നീ അത് കബൂലാക്കണേ റബ്ബേ. മനുഷ്യരാണല്ലോ വന്നു പോകുന്ന സയ്യിആത്തുകൾ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ കുടുംബത്തിലും സമ്പത്തിലും ജോലികളിലും വാക്കിലും പ്രവർത്തനങ്ങളിലും കച്ചവടങ്ങളിലും ഓരോരുത്തർ ചെയ്യുന്ന ബിസിനസ്സുകളിലും ജോലികളിലും അല്ലാഹുവേ ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും ഏറ്റെടുത്തരണേ റബ്ബേ. പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് വീടാനുള്ള ഹലാലായ മാർഗം എളുപ്പമാക്കണേ റബ്ബേ. വീടില്ലാത്തവരും വീട് പണി തുടങ്ങിയവരൊക്കെയുണ്ട്, നീ അവരെ സഹായിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ ചേർത്തി കൊടുക്കണേ റബ്ബേ. ചെറുപ്പക്കാർക്ക് തന്നെ പെട്ടെന്നുള്ള മരണം, അപകട മരണങ്ങളിലൊക്കെ അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ട് പടച്ച നമ്പുരാനെ, ജയിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങളെ സഹോദരന്മാരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. രക്ഷയിലാക്കണേ റബ്ബേ. അഹ്സന എളുപ്പമാക്കണേ റബ്ബേ. സിറാത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നരകത്തെ തൊട്ട് ഇത് കാക്കണേ റബ്ബേ. സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ഹിസാബില്ലാതെ തരണേ റബ്ബേ. ഔലിയാക്കളോടൊപ്പം ഞങ്ങളെ കൂട്ടുകുടുംബത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. റബ്ബനാ ഇലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മുസീർ. ولا حول ولا قوة إلا بالله العلي العظيم.
أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين.